വായിച്ച തിരുവഴുത്ത് 2-ാം സങ്കീർത്തനം 12-ാം വാക്യമാണ്. അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. നമ്മൾ ചിന്തിച്ചു വന്ന വിഷയം, വഴിയിൽ നമ്മെ നശിപ്പിക്കുവാൻ നോക്കുന്ന ശക്തികൾ. അതിന് പെന്തിക്കോസുകാരുടെ ഭാഷ കൊടുത്തിരിക്കുന്നത് പോരാട്ടമാണ്. അത് പറഞ്ഞാലേ മനസ്സിലാകും. മാർഗദർശനം വന്നോ വിഘ്നമെന്നോ ഒക്കെ പറഞ്ഞാൽ സന്തോഷം തിരികെ. പോരാട്ടം എന്ന് പറയുമ്പോൾ കാര്യഗണത്തിന് പിടിക്കും. അതുകൊണ്ടായി കണക്ക് കൊടുത്തത് പോരാട്ടം. നമ്മുടെ ജീവിതം ഒരു വഴിയാത്രയാണ്, ഇല്ലൊരു യാത്രക്കാരാണ്. എഴുത്തച്ഛൻ പണ്ട് അധ്യാത്മരാമായണത്തിലെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു വരി കൊടുത്തിട്ടുണ്ട്. സ്കൂളിൽ പഠിച്ചതാണ്, നിങ്ങളും പഠിച്ചതാണ്. ആ വരി ഇങ്ങനെയാണ്: പാന്തർ പെരുവഴി അമ്പലം തന്നിലെ ദാന്തരായി കൂടി വരും വിയോഗം പോലെ, നദ്യാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം, ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. അപ്പോൾ പാന്തർ യാത്രക്കാരൻ, പാന്തർ പെരുവഴി അമ്പലം തന്നിലെ. പണ്ട് കാലത്ത് ഈ വാഹന സൗകര്യമില്ലാതിരുന്ന കാലത്ത് നിങ്ങൾക്കറിയാം, യാത്ര ചെയ്യുമ്പോൾ അന്തി ഉറങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. അത് വഴിയമ്പലം എന്നാണ് പറയുന്നത്. ആർക്കും കിടക്കാം. പല സ്ഥലത്തു നിന്ന് വരുന്നവരാം, പല സ്ഥലത്തോട്ട് പോകുന്നവരാം. പക്ഷെ രാത്രി എല്ലാവരും കൂടെ ഒന്നിച്ചൊന്ന് തങ്ങും. രാവിലെ അവനവന്റെ കാര്യങ്ങൾക്ക് അവനവനും പോകും. ഇതുപോലാണ് മനുഷ്യജീവിതം എന്നായി എഴുത്തച്ഛൻ കുറിച്ചേക്കുന്നത്. പാന്തർ യാത്രക്കാരാണ്. ഞാനും നിങ്ങളുമെല്ലാം വഴിയാത്രക്കാരാണ്. നമ്മുടെ കർത്താവ് 2 വഴിയെ പറ്റിയാണ് പറഞ്ഞത്. ഒന്ന് നാശത്തിലേക്കുള്ള വഴി, 2 നിത്യജീവനിലേക്കുള്ള വഴി. നാശത്തിലോട്ട് പോകുന്ന വഴി കൊണ്ട് ധാരാളം ആൾക്കാരാണ് പോകുന്നത്. താഴോട്ടിറങ്ങി നിന്നാൽ മതി, എന്ത് വേണ്ട ആൾക്കാരാണ് പോകുന്നത്, ഇല്ലേ? സ്തോത്രം. പക്ഷെ നിത്യജീവന്റെ വഴിയെ കൊണ്ട് പോകുന്നത് വളരെ ചുരുക്കമാണ്. നമ്മുടെ പിതാക്കന്മാരാകുന്ന ഇസ്രായേൽ മക്കളെല്ലാം 40 വർഷം യാത്ര ചെയ്തതിന് ശേഷമാണ് ചിലര് വാഗ്ദത്ത കനാനിൽ പ്രവേശിച്ചത്. 40 വർഷം യാത്രക്കാരാകും. പല കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചല്ലോ. പുതിയ നിയമ ഇസ്രായേലാകുന്ന നാമം സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുക. നമ്മളെല്ലാം യാത്രക്കാരാണ്. ആത്മീക ലോകത്തെ പാട്ടുകാർ പലരുണ്ട്. ഇപ്പോഴത്തെ പാട്ടുകാരോട് എല്ലാവരോടും വലിയ തൃപ്തിയില്ല. പണക്കമല്ല, തൃപ്തിയില്ല. അവരോടല്ല, പാട്ടിനോട്. എന്നാൽ ഇന്ന് അദ്ദേഹം പാടി വളരെ നന്നായിരിക്കും, വളരെ നന്നായിരിക്കും. അദ്ദേഹത്തെ നേരത്തെ അറിയാവുന്നത് കൊണ്ട് നന്നാന്ന് പറഞ്ഞതല്ല, നല്ലതായതുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ഈ പാട്ട് പാടുന്നതിൽ എല്ലാവരും അല്ല, പലരും രക്ഷിക്കപ്പെട്ടതൊന്നുമല്ല. അല്ല, അവർക്കിത് കഴിഞ്ഞ് വേറെ ഒത്തിരി പരിപാടികളുണ്ട്. കൺവെൻഷന് പാടണം, പിന്നെ അമ്പലത്തിൽ പോയി പാടണം, അത് കഴിഞ്ഞ് പള്ളിയിലെ പാട്ടുണ്ട്, അത് കഴിഞ്ഞ് കല്യാണ വീടുകളിലെ രാത്രി ഫംഗ്ഷൻ അതിന് പാടണം. അവർക്ക് ഒത്തിരി പ്രോഗ്രാം. അവർ ശുശ്രൂഷ നല്ലല്ലോ പാടുന്ന പ്രോഗ്രാം. ഇത് പ്രോഗ്രാമല്ല, ഇത് ശുശ്രൂഷ. അതായത് വ്യത്യാസം. മറ്റവർക്ക് പ്രോഗ്രാമാണ്, നമുക്ക് ശുശ്രൂഷ. അവിടെ എൻ്റെ വിഷയം പാട്ടെന്നുള്ളതല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ആത്മീക ലോകത്തെ നല്ല നല്ല പാട്ടുകാരുണ്ട്, പഴയ പാട്ടുകാർ, നല്ല പാട്ടെഴുതിയ ആൾക്കാർ. ഇപ്പം പാട്ടെഴുതുന്നത് എല്ലാവരും മോശമാണെന്നും എല്ലാ പാട്ടും മോശമാണെന്നും പറയുന്നില്ല. ഇപ്പോഴും നല്ല പാട്ടുകാരുണ്ട്, നല്ല പാട്ടുകളുമുണ്ട്. പക്ഷെ അതധികം നമ്മൾ കേൾക്കുന്നുമില്ല, പാടുന്നുമില്ല. ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ മതി. ഞാനിതിനെ എന്നെ കൊണ്ടെല്ലാം പറയുന്നത്. നമ്മൾ പിന്നെ ഈ സിസ്റ്റം എല്ലാം വെച്ച് ഓളം ആയതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഈ ഓളത്തിന്റെ കൂടെയാണ് പോകുക, ഇതിന്റെ കൂടെ പോകുക. പിന്നെ നമുക്ക് ശ്രുതിയോ രാഗമോ താളമോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പെന്തിക്കോസുകാരായതുകൊണ്ട് നമുക്കെല്ലാം ഈ പാട്ട് പാടിയതിൻ്റെ ഒടുവിൽ വരുമ്പോൾ ഒരു മൂപ്പുണ്ടാകും. അപ്പൊ പിന്നെ നമ്മൾ താളമൊന്നും നന്നായിട്ട് താളത്തിൽ ഈ ക്രൈസ്തവ ലോകത്തില് നല്ലതുപോലെ അതിന്റെ ചിട്ടയിൽ പാടുന്നത് CSIക്കാരാണ്. ഇത് പറയുന്ന പെന്തിക്കോസുകാർക്ക് ഇഷ്ടമല്ല. ഉടനെ നിങ്ങളുടെ എല്ലാം കുശുമ്പാല്ല. CSIക്കാര് വളരെ നല്ല ചിട്ടയിലാണ് പാടുന്നത്.
അവർ പഠിച്ച അതിൻ്റെ കിട്ടണം. നിങ്ങൾ ശ്രദ്ധിച്ച് ഒരാണ് വേണ്ട മാറില്ല, ചരട് പിടിച്ച് പോയിരിക്കും. അതിന് കാരണം മറുഭാഷ അധികം ഇല്ലാത്തത് കൊണ്ട് പാടിയോ. ഇവിടെ മറുഭാഷ ഉള്ളത് കൊണ്ട് തെറ്റിയാൽ ഉടനെ മറുഭാഷ പറഞ്ഞ് നമ്മൾ കളം മൂപ്പിക്കുക. അതുങ്ങൾക്ക് പിന്നെ അതില്ല, തന്നെയല്ല അവിടെ അങ്ങനെ കയറി പറയാനും ഒക്കത്തില്ല. ഇവിടെ എന്തും കയറി പറയാം. അപ്പൊ അവര് വളരെ ചിട്ടയോടാണ് പാടുന്നത്. എനിക്ക് വലിയ ഇഷ്ടമാണ്. നമുക്ക് പക്ഷെ അവരുടെ പാട്ടുകളെല്ലാം അറിയത്തില്ല, നമ്മളെ കൊണ്ടൊക്കത്തില്ല. വളരെ ചിട്ടയിലാണ് പാടുന്നത്. പെന്തക്കോസ്തുകാർക്ക് അങ്ങനെ ചിട്ടയൊന്നുമില്ല. 101 ഗായക സംഘം, 101, 201 ഈ എണ്ണം പറയുന്നതല്ലാതെ അതിൻ്റെ സംഗീത ശുശ്രൂഷ ലീഡ് അതിൻ്റെ ഇതെന്നതാണെന്ന് പോലും അറിയാവുന്നതല്ല. പിന്നെ കമ്മിറ്റി ദൈവം കയറി ഇങ്ങനെ കൈയും കോട്ടും ഒക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുക, ഇതെന്താണെന്ന് പോലും അറിയാവുന്നത്. അങ്ങനെ ഒത്തിരി പാട്ടുകാരുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല. പിന്നെ നമ്മൾ രാഗത്തിലും ചിട്ടയിലും ഒന്നും അല്ല പാടുന്നത്. അതും അല്ലെ രാഗം അറിയാത്തത് നല്ലതാണ്. ഇത് ശരിക്കറിയാണെങ്കിൽ നമ്മൾ പാടുകയില്ല. ഒരു ഉദാഹരണം എപ്പോഴും ഞാൻ പറയുന്നതാണ്. ഉദാഹരണം, വിവാഹ ശുശ്രൂഷയില് മിക്കവരും പാടുന്നൊരു പാട്ടുണ്ട്. നീ മംഗലം ജോബിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. ഇവിടെ ഈ ഏരിയയിലൊന്നും കല്യാണം നടന്നിട്ടില്ലേ? അല്ല, മിണ്ടായിരുന്നോണ്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്നീ മംഗലം ജോബിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. ഈ പാട്ട് ആരാ എഴുതിയതെന്ന് അറിയാമോ? വർഷങ്ങളായിട്ട് അങ്ങ് പാടുക. ഈ പാട്ടിലെഴുതിയത് പാട്ട് പാടുന്നവരോടാണ് ചോദിക്കുന്നത്. ഇങ്ങനെ വായിക്കുന്ന നല്ലത്. ഉയരമില്ല, അയാൾക്ക് വേറെ വിഷയമായിരിക്കും. സ്തോത്രം. അപ്പോൾ ഇത് മോശവത്സലം ശാസ്ത്രികളുടെ പാട്ടാണ്. മോശവത്സലം ആ പാട്ട് പുസ്തകത്തിന്റെ അടിയിൽ എം കുത്തിട്ടിട്ട് പി മോശെ വത്സലം ശാസ്ത്രികൾ ഇവിടെ പാട്ട്. അതെ, ഇതേത് രാഗമാണെന്ന് അറിഞ്ഞാൽ നമ്മൾ ഇനി പാടുകയാണ്. ഏത് രാഗമാണ്? പാട്ട് പാടുന്നവരോട് ചോദിക്കുക, അവർക്ക് ആകുമ്പോൾ കാര്യങ്ങൾ എന്നോടാണ് ചോദിച്ചത്, ഞാനല്ലേ ചോദിച്ചത്. പ്രധാനമായിട്ട് സംഗീത ഒക്കെ പഠിക്കുന്നവർക്കറിയാം, ഈ മേളകർത്താരാഗമുണ്ട്. അത് എത്രയാ? 72 72 മേളകർത്താരാഗമാണ്. അതിലൊന്നാം മുമ്പേ പറഞ്ഞ് എന്തുവാ? പിന്നെ ശ്രീരാഗം, മായാമാളവിലോളം. പിന്നെ കരകരപ്രിയ, അത് നല്ലതാണ്, നല്ല രാഗമാണ്. മോഹനം കരകരപ്രിയ, ശങ്കരാഭരണം. അപ്പം ഈ ഇന്നീമംഗലം അവിടെ കൊടുത്തിരിക്കുന്നത് ആനന്ദഭൈരവി എന്നാണ്. ആനന്ദഭൈരവി. നിങ്ങൾ പറയും ഒരു വിദ്വാൻ വന്നിരിക്കുന്നു, ചില കാര്യമൊന്ന് പറയുന്നതേ ഉള്ളൂ. ആനന്ദഭൈരവി. അപ്പൊ ആനന്ദഭൈരവി രാഗത്തില ഇത് ചുറ്റപ്പെടുത്തിയിരിക്കുന്നു. നമ്മളെ കൊണ്ടൊന്നും പാടാനൊക്കത്തില്ല, പറയാന്നല്ലാതെ ഒക്കത്തില്ല. അപ്പം ഇനി ആ ടൈം ഒന്ന് നിർത്തിക്ക്, ഓളിയെ കുറച്ചൊരു കാര്യം പറയാനാണ്. അല്ലാതെ
അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലതും താളത്തിലും ശ്രുതിയിലും ഒന്നും അല്ല പോകുന്നത്, പിന്നെ ഒരു ഓളത്തിലങ്ങ് പോവുക. പല പാട്ടുകളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. വേറൊരു പാട്ടുണ്ട്, മധ്യാകാശത്തെങ്കിൽ മണിപ്പന്തൽ. അവിടെ മണിപ്പന്തലില്ല. പിന്നെ പ്രാസോപ്പിച്ച് ഒരു ചേർച്ചയ്ക്ക് കൊടുക്കുന്നേ മണിപ്പന്തൽ. മണിപ്പന്തൽ ഇടുന്നത് വിശാശം. ദാനിയേൽ പ്രവചനമൊക്കെ പഠിക്കുമ്പോൾ മണിപ്പന്തൽ ഇടുന്നത് പിന്നെ അവ പരിവാറുള്ള പ്രഭുത്വം മണിപ്പന്തൽ ഇട്ടുന്ന അല്ല. നമ്മളിപ്പോൾ കണ്ണനത്തിനൊന്നും പൊതുവിലല്ല. പിന്നെ അടുത്ത കാലത്ത് വളരെ പ്രചാരമായൊരു പാട്ടാണ് നീങ്ങിപ്പോയെന്റെ ഭാരം. പുസ്തകത്തിന് വിജയിക്കുന്ന പോവുകയല്ല. അങ്ങനെ വായിച്ചു. കൊടുഞ്ചേർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ പെട്ടെന്ന് വായിച്ചു. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമൻ അഴിഞ്ഞു പോയാൽ എവിടെയല്ലാതെ വായിച്ചു. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ ഓടിച്ചു വായിച്ചു. കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്ന സ്വർഗീയമായ ഞങ്ങളുടെ കാർപ്പട അതിന് മീതെ ധരിക്കുവാൻ വാഞ്ചിക്കുന്ന ഒരുപാടല്ല മർദ്ദമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീത് ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം മതി. ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുവാണ്. എന്നാലും നമ്മൾ ഞായറാഴ്ച വന്ന് പറയുക നീങ്ങിപ്പോയെന്റെ മിണ്ടുന്നില്ല മാറുകയെന്ന് കരുതിയത്. നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കാതെ നിങ്ങൾ പുസ്തകം നോക്കും. നമ്മള് പാട്ടുകാര് നമ്മളെല്ലാം ചേർത്ത് പാടുക ഞായറാഴ്ച നീങ്ങിപ്പോയെന്റെ ഇതിനകത്ത് ഇങ്ങനെ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുവാണ്. ഒക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കാത്തേ ഇനി അതും പാടാമല്ലേ? പാട്ടുകാരന്റെ കണ്ണിക്കല്ല, പാട്ടുകാരൻ ഏതോ വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. ആ ഭാരം ദൈവം മാറ്റി. അന്നാലും ഒഴിക്കുകയാണ്. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞതല്ല. ഏതോ വിഷയത്തിൽ അദ്ദേഹം ഭാരപ്പെട്ടിരുന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആ ഭാരപ്പെട്ട വിഷയത്തിന് ദൈവം പരിഹാരം നൽകി. അല്ലാതെ ഭാരം മുഴുവനും മാറത്തില്ല. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക അതും പാടാൻ മേലെ നീ ഏത് പാട്ടാ പാടുന്നത്? ഭാരമാണ്. അപ്പൊ ഞാൻ ഉപദേശം പെശകില്ലാത്ത പാട്ട് പാടിയൊരു പാട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം ഭാരമുള്ളിൽ നേരിടും സാരമില്ലെന്നോതിടും തന്മാരിലെന്നെ ചേർത്തിടും സാരമില്ലെന്നോതിടും തന്മാരിലെന്നെ ചേർത്തിടും. ഓ എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഓ യേശു ഇന്നലെ ഇന്നും എന്നും അന്യനല്ലവൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഭാരമെല്ലാം തീരത്തില്ല. ഭാരം ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഉണ്ട്. പക്ഷെ ആ ഭാരം ഉള്ളിൽ നേരിടുമ്പോൾ നമ്മളെ താങ്ങുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് മറന്നു നമുക്ക് ആ ഭാരം വിട്ടേക്കാം. നമ്മൾ പറഞ്ഞു വന്ന വിഷയം, ആത്മീയ ലോകത്തെ പാട്ടുകാർ പലരും പാടി ഓർപ്പിച്ച് ഉണർത്തുന്നത് നമ്മൾ യാത്രക്കാരാണ്. കർത്താവിൽ മൺമറഞ്ഞ പ്രസിദ്ധയായ ദൈവദാസിയുടെ പ്രചാരമായ ഒരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ വരി നിങ്ങൾക്കറിയാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശിനെ നോക്കി. അന്നമ്മമാമന്റെ പാട്ടാണ്. യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. പാട്ടിന്റെ അർത്ഥം നമ്മൾ യാത്രക്കാരാണ്. മധുരയുടെ മധുരഗായകൻ എന്നറിയപ്പെട്ട് മൺമറഞ്ഞയാളാണ് എം.ഇ. ചെറിയാറ്റൻ. അദ്ദേഹത്തിന്റെ ഒരു വലിയ നല്ല പാട്ടാണ്, എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. പാട്ടിന്റെ വരി ഇങ്ങനെ, മോക്ഷയാത്രയാണിത് ഞാൻ നടക്കുന്നത്. യാത്രക്കാരാണ്. വേറൊരു പ്രസിദ്ധനായ ദൈവദാസന്റെ വരികളാണ്.
ജീവിതയാത്രക്കാരാ കാലടികൾ എങ്ങോട്ട്? അപ്പൊ തെളിഞ്ഞല്ലോ, പാട്ടുകാരെല്ലാം പാടി ഓർപ്പിച്ചുണർത്തുക നമ്മുടെ യാത്രക്കാരൻ. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമ്മുടെ വഴിയാത്രയിൽ നമ്മെ നശിപ്പിച്ചു കളയുവാൻ വഴിയിൽ ശത്രുവുണ്ട്. വഴിയിലുണ്ടാകുന്ന പോരാട്ടം നമ്മളതാണല്ലോ ചിന്തിച്ചതും പകല്. കുറുവാക്യം അതാ, വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം എന്ന് പറഞ്ഞാൽ, ഈ യാത്രയിൽ മുടിഞ്ഞു പോകാതിരിക്കാൻ, നശിച്ചു പോകാതിരിക്കാൻ, പട്ടുപോകാതിരിക്കാൻ യേശുവിനെ ചുംബിക്കണം. ചുംബനത്തിനകത്ത് അർത്ഥമുണ്ട്, ചുംബനത്തിന്റെ രീതിയും വിധങ്ങളുമുണ്ട്. മക്കളെ ചുംബിക്കുന്നത് ഒരർത്ഥത്തിൽ വാർഷികത്തിലുമാണ്. ഓപ്പണായിട്ട് പറയാം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചുംബനം നടത്തുന്നെങ്കിൽ അത് വേറൊരു ആശയവും അർത്ഥവുമാണ്. മാതാപിതാക്കളെ നമ്മൾ ചുംബിക്കുമ്പോൾ അത് വേറൊരു അർത്ഥവും ആശയവുമാണ്. തിരുമേശ എടുത്തു കഴിഞ്ഞപ്പോൾ ചുംബനം കൊടുക്കുന്നത് വേറൊരു അർത്ഥവും ആശയവുമാണ്. ഇഷ്ടപ്പെട്ട സാധനം എടുത്ത് ഉമ്മ വെക്കുമ്പോൾ അത് വേറൊരു ആശയവും അർത്ഥമായി. അപ്പൊ അർത്ഥവും സന്ദർഭവും സാഹചര്യവും വിഷയത്തിന്റെ അനുസരിച്ച് ആ ചുംബനത്തിന്റെ അർത്ഥം ദൈവത്തിന് മകത്ത്. ഇടക്കാലത്തുണ്ടായിരുന്ന ചുംബന സമരം, റോഡിൽ നിന്നെല്ലാം ചുംബിക്കുക അല്ലേ? പത്രത്തിലെല്ലാം കൊച്ചുങ്ങളെല്ലാം നെടുക നടന്ന്, നിങ്ങളാരും ലോകത്തിലെല്ലാവരും സ്തോത്രം. അപ്പോൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ഒരിക്കല് ലാബാൻ യാക്കോബിനെ ഒന്ന് ചുംബിച്ചു, അമ്മായിയപ്പന ഇല്ലേ? ഇതൊന്ന് വലിയ സന്തോഷത്തിലാണ് ചുംബിച്ചത്. വർഷങ്ങൾ കൂടിയിരുന്നല്ലേ അനന്തരവനെ കാണുന്നത്. ഇവന്റെ മോനെ ക്ഷീണിച്ചു, പനി സ്കൂളിൽ പഠിക്കുകയായിരുന്നു. നമ്മളുടെ മജ സ്കൂളിലെ പഠനമൊക്കെ കഴിഞ്ഞു. മിഷൻ വേഷം വല്ലതും കേട്ടോ? ഇല്ല, മിഷൻ വേഷം ഞങ്ങളുടെ സഭയിൽ കിട്ടാൻ സാധ്യത കുറവാണ്. അവിടെ ഇച്ചിരി പ്രശ്നമുണ്ട്. പിന്നെ നീ എന്തോ അതിൻ്റെ പ്ലാൻ? പുതിയ വേല എന്തോ? കാരണം പഴയ വേലയൊന്നും കേൾക്കുന്നില്ല, പുതിയ വേല. അപ്പം അമ്മാച്ചൻ പറഞ്ഞു, മോനെ ഇവിടെ വേലയ്ക്ക് നല്ല സാധ്യത. ഇവിടെ അന്ന് പെണ്ണുങ്ങളാണ് സഭ ഭരിക്കുന്നത്. കാരണം ലേയായും റാഗിൽ കൂടെ ആടിനെ തീറ്റുന്നു. പരുവത്തെ പേരിൽ തന്നെ ഞാൻ നോക്കിയിരിക്കുകയാണ്. നാട്ടെ കിട്ടിയതാട്ടെന്ന് പറഞ്ഞവനെ സഭയൊക്കെ കിട്ടും. അങ്ങനെ പമ്മിക്കൂടി. അപ്പം അമ്മാച്ചതിന് ചുംബനമൊക്കെ കൊടുത്തായിരുന്നു. ആ ഭാഗം എടുത്തെങ്കിൽ ഒന്ന് വായിച്ചു. നിങ്ങൾ ദൈവദാസന്മാർക്ക് തിട്ടമുണ്ടല്ലോ. അപ്പം ചുംബിച്ചെന്ന് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ലാബാൻ ആ വീട്ടിൽ ചെന്ന ഭാഗം, കിണറ്റിക്കരെ വെച്ച് പ്രശ്നമെല്ലാം യാക്കോബ് കിണറ്റിക്കരെ വെച്ച് പ്രശ്നമെല്ലാം പരിഹരിച്ച് പെങ്കൊച്ചുങ്ങൾ വന്ന് അപ്പനോട് പറഞ്ഞില്ല, ചായ അവിടെ ഒരു ഉപദേശിയാണെന്ന് തോന്നുന്നു, കിണറ്റിക്കരെ പമ്മി നിൽക്കുന്നു. CPC ആണോ, ചർച്ചക്കോടാണോ, അസംബ്ലീസ് കോടാണോ എന്നറിയത്തില്ല, പക്ഷേ കാശാന്ന് തോന്നുന്നു. അപ്പം പറഞ്ഞു വിളിച്ചോണ്ട് വരാൻ മേലായിരുന്നു. അപ്പം പറഞ്ഞു ഏത് തവയാ ഓർഡിനേഷൻ ഉണ്ടോണെന്ന് അറിയാതെ വിളിച്ചോണ്ട് വന്നിട്ട് പിന്നെ മെനക്കേടുണ്ടാക്കണം. അപ്പം ഞാനത് കാണട്ടെന്ന് അപ്പം പറഞ്ഞ് ചെന്ന് ലാബാൻ തന്റെ സഹോദരിയുടെ മകനായ യാക്കോബിന്റെ വസ്തുത കേട്ടപ്പോൾ അവനെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്ത് ചുംബിച്ച് വീട്ടിൽ ആലിംഗനം ചെയ്ത് ചുംബിച്ചു. പെങ്ങളുടെ മോനെ അന്ന് കണ്ടപ്പോ ഒരു ഉമ്മ. ഉദ്ദേശം വേറെ, ഉമ്മയുടെ ഉദ്ദേശം വേറെ. കാരണം മൂത്ത മോള് പെരമറിഞ്ഞ് നിൽക്കുക, കണ്ണൽപ്പം പരുവക്കേടാണ്, മനസ്സിലായില്ല. അപ്പൊ ഇതിനെ ആരുടെയും തലയിലൊന്ന് പിന്നെ ചില യൗവനക്കാരോടൊക്കെ ചില വീട്ടുകാർക്ക് വലിയ തൃപ്തിയാണ്. പ്രസന്മനെ ഇച്ചിരി ചോറോടെ തരട്ടെ, അവിടെ നിൽക്കോണ്ടായില്ല, നീ ചോറും എല്ലാം മേടിച്ച് നിന്നേച്ച അവസാനം മോളെന്നെ അങ്ങോട്ട് നോക്കിയ. എല്ലാവരുടെയും കാര്യമല്ല. കണ്ടമാനം നിന്നെ ഫോൺ ചെയ്ത് വിളിക്കുകയും പ്ലസനെ വീട്ടിൽ വരണം, എല്ലും കപ്പയും മേടിച്ചിട്ടുണ്ട്, അതൊക്കെ നിനക്ക് തരുന്ന എന്നാന്ന് ചോദിച്ചാൽ നിന്നെ കനപ്പിക്കാനല്ല. ഓ, ഒത്തിരി സംഭവങ്ങൾ ഓർക്കുന്നു, പക്ഷെ എല്ലാം പറയാൻ ഒക്കത്തില്ല.
എനിക്കറിയാൻ ഒരു യൗവനക്കാരൻ, അവന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാണ്. ഒരു പ്രവാചകയുടെ വീട്ടില് ഇടയ്ക്കൊന്ന് പ്രാർത്ഥിക്കുവായിരുന്നു. പ്രവാചകൻ നല്ല പരുവത്തിന് ദൂതുമൊക്കെ പറഞ്ഞ് അവനെ ജാഥ കയറ്റി അവസാനം മോളെ കൊണ്ട് കെട്ടിച്ചു. അവൻ കെട്ടുന്നാണ് വാങ്ങി. ബാക്കി ചരിത്രമൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. വേറൊരു വലിയ പ്രവാചകി ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിൽ ഒരുത്തൻ വിശ്വാസത്തിൽ വന്നു. അവനോട് ദൂത് പറഞ്ഞ് ഏത് സ്ഥലമൊന്നും നടക്കില്ല, മറന്നുപോയിട്ടല്ല, എല്ലാം എൻ്റെ ഓർമ്മയിലും. ചില പകരം ഓൺലൈനിൽ കാണും, അപ്പൊ കണ്ടമാനം നിനക്ക് ശാപ്പാട് തരികയും കൂടെ നിന്നെ വിളിക്കുകയും നീ പറയും എൻ്റെ അമ്മ പോലും ഇങ്ങനെ തിരക്കത്തില്ല. അതൊക്കെ നിന്നെ വീട്ടിനകത്താക്കാന് സ്തോത്രം. അപ്പൊ പെങ്ങളുടെ മോനെ കണ്ടപ്പോൾ ഒരു ഉമ്മ കൊടുത്തതിന്റെ അർത്ഥം പിന്നീട് കിട്ടിയല്ലോ, ഞാൻ വിവരിക്കണ്ട. നല്ല ഉദ്ദേശത്തോടുള്ള ഉമ്മയല്ല. ഇതുപോലെ ഓർപ്പ അമ്മായിയമ്മയ്ക്ക് ഒരു ഉമ്മ ഇല്ലേ, അവള് കഴുത്ത് വീണ് അമ്മയുടെ അവിടെ ഉമ്മയൊക്കെ കൊടുത്തു. അത് നല്ല ഉദ്ദേശത്തോടല്ല, പോകാനുള്ള പോക്കിന് തന്നതാണ്. ഡെഡ് ബോഡി എടുക്കുന്ന സമയം ഇപ്പൊ അന്ന് ഭയങ്കര ഉമ്മയാ. ഈ തള്ള ജീവിച്ചിരിക്കുമ്പോൾ ചെന്നൊരു ഉമ്മ കൊടുത്തില്ല. മരുമകളെ അമ്മ ജീവിച്ചിരിക്കുമ്പം അമ്മയുടെ കവടി 2 ഉമ്മ കൊടുക്കുകയായിരുന്നു, നല്ലതായിരുന്നു. ജീവിച്ചിരിക്കുമ്പോ തള്ളയായിട്ട് കാർഗിൽ യുദ്ധമായിരുന്നു. ഡെഡ് ബോഡി എടുക്കാൻ നേരത്ത് നാട്ടുകാരെയും എല്ലാരെയും കാണിക്കാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ, അതിനങ്ങ് കവണിങ്ങനെ ഉമ്മയാണ്. നമ്മളുടനെ എല്ലാവരും ചിന്തിക്കണം, അതുപോലെ ഇതൊക്കെ സ്നേഹമായിരുന്നു ഉമ്മാതാണ്. നല്ല ഉദ്ദേശത്തോടുള്ള ഉമ്മയല്ല. ഓർമ്മ അങ്ങനെ ഉമ്മ കൊടുത്തത്. പക്ഷെ രൂത്ത് ഉമ്മയൊന്നും കൊടുത്തില്ലെങ്കിൽ പറഞ്ഞു, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം, നീ പോകുന്നിടത്ത് ഞാനും വരും, മരണത്താലല്ലാതെ നമ്മൾ തമ്മിൽ വേർപിരിയുന്ന വിഷയമില്ല. അപ്പൊ ലാബാന്റെ ചുംബനം ഉദ്ദേശം വേറെയാ, ഓർപ്പയുടെ ചുംബനവും ഉദ്ദേശം വേറെയാ. ഒരു കാര്യോടെ പറഞ്ഞാൽ പാകപ്പെടാം. യൂദായും ചുംബിച്ചു, ഉദ്ദേശം വേറെ, ഒറ്റിക്കൊടുക്കാതെ. എന്നാൽ നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നത് മറിയ യേശുവിനെ ചുംബിച്ചു, നല്ല ഉദ്ദേശമാണ്. അവിടെ പാപങ്ങൾ മുഴുവൻ മോചിച്ചു, അവളെ ഒന്നും വിധിച്ചില്ല, അവളെ ഫ്രീ ആക്കി. അധികം ദോഷം വരാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. ദൈവത്തിന് മഹത്വം. ആ തൃപ്പാദത്തിൽ അവൾ വീണ്ടും ചുംബിക്കുക. സ്തോത്രം. അതായിരിക്കണം നമ്മുടെ ജീവിതവും. കർത്താവിനെ ചുംബിക്കുക. വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ദൈവത്തിന് മഹത്വം. അതെ, വഴിയിലുണ്ടാകുന്ന പോരാട്ടം നമ്മൾ പകരം ചിന്തിച്ചു. ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള യാത്രാവേളയിൽ ഇവരുടെ വഴിയാത്രയിൽ ഇവരെ തകർക്കാൻ വന്ന പോരാട്ട ശക്തികളായിരുന്നു അമാലിയേക്ക്. പകലതെല്ലാം ചിന്തിച്ചതുകൊണ്ട് ഇനി ആവർത്തിക്കുന്നില്ല. അമാലിയേക്ക് ആരാണ്? അമാലിയേക്ക് ഏശാവിന്റെ കൊച്ചുമകൻ എന്ന് പറഞ്ഞാൽ ജഡപ്രകാരം ജനിച്ചത്. അമാലിക് എന്ന് പറഞ്ഞാൽ ജഡമാണ്. എന്നുവരെ ഈ പോരാട്ടം ഉണ്ടായിരുന്നു? മരണം വരെ. എവിടെ വെച്ചാണ് തുടങ്ങിയത്? രബീദീമിൽ. എതിലേക്കൂടാണ് വന്നത്? പിറകിക്കൂടെ വരാൻ കാര്യം ക്ഷീണിച്ചും തളർന്നും പോയവര് പിറകിലുണ്ടായിരുന്നു. സ്തോത്രം. ക്ഷീണിക്കാനും തളരാനും കാരണം അതാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. പകല് വരാത്തവരുടെ അറിവിനായതെന്ന് പറഞ്ഞത്. അപ്പോൾ വഴിയിൽ വെച്ച് നശിക്കരുത്, പുത്രനെ ചുംബിക്കണം. വഴിയിൽ നമ്മെ നശിപ്പിക്കുവാൻ ദുഷ്ടശക്തികൾ, പോരാട്ടങ്ങളുണ്ട്. ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള യാത്രാവേളയിൽ വഴികൾ നശിപ്പിക്കാൻ വന്ന പോരാട്ടമാണ് അമാലിയേക്ക്. ആരാണ് അമാലിയേക്ക്? ഉൽപ്പത്തി 36:12 ഏശാവിന്റെ കൊച്ചുമകൻ, ഇത് ജഡം എന്നുവരെയുണ്ട്. പുറപ്പാട് 17:16 മരണം വരെ. എവിടെ വെച്ച് തുടങ്ങി? രബീദീമിൽ വെച്ച്. പുറപ്പാട് 17:8. എതിലേക്കൂടെ വന്നു? പുറകിക്കൂടെ. ആവർത്തനം 25:17. പുറകിക്കൂടെ വരാൻ കാര്യമല്ല, ക്ഷീണിച്ച് തളർന്നു പോയവര് പുറകിൽ പോട്ടു. അതും അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ക്ഷീണിക്കാനും തളരാനും കാരണം
ക്ഷീണിക്കാനും തളരാനും കാരണം ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല. ഇവർക്ക് ദൈവം തമ്പുരാൻ കൊടുത്ത ഭക്ഷണമാണ് മന്ന. രാവിലെ അപ്പം കൊടുത്തു, വൈകുന്നേരം ഇറച്ചിയും കൊടുത്തു. അപ്പോ ഇറച്ചി. ഈ ഞാനും വെറുതെയാ, ശരിയായിട്ട് നമ്മൾ വേദപുസ്തകമൊക്കെ ഒന്ന് പഠിച്ചാൽ 2 നേരം കഴിക്കുന്നതാണ് നല്ലത്. പക്ഷെ നമ്മള് 3 നേരം കഴിക്കാം. രണ്ടു നേരം കഴിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായവും. പുസ്തകം പഠിച്ചാലും അങ്ങനെയൊക്കെ തന്നെ. ഒരു തെളിവ്, ഏലിയാവിനോട് ദൈവം പറഞ്ഞു കെരീത്തിന്റെ അവിടെ പോയിരുന്നോണം. കാക്കയോട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ്? തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയിൻ വരവോ നിന്നിടിലും. കേട്ടിത്തു തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയിൻ വരവ്. ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളൂ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂല അനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ. ഓ കഷ്ടതയനവധി വന്നിടിലും എൻ കാതൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാതൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. അതെ, അപ്പൊ ഇവർക്ക് രാവിലെ അപ്പം കൊടുത്തു, വൈകുന്നേരം ഇറച്ചി. അവിടെ 2 നേരമാണ്. ഏലിയാവിന് കൊടുത്തത് 2 നേരമാണ്. വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു ദൈവത്തിന്റെ മാതൃത്വം. അതെ, അപ്പൊ ക്ഷീണിക്കാൻ കാര്യം ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല. രാവിലെ കൊടുക്കുക മന്ന. മന്ന പുസ്തകത്തിലെ വാക്യം എങ്ങനെ? ശക്തിമാന്മാരുടെ അപ്പം തിന്നാണ്. ഇത് തിന്നാൽ അങ്ങനെ ക്ഷീണിക്കുന്നു. ആവർത്തനത്തിൽ വായിച്ചത് ക്ഷീണിച്ചും തളർന്നും പോയവര് പുറകിലുണ്ടെന്ന്. അപ്പം ശാരീരിക ക്ഷീണമല്ല ഇവിടുത്തെ വിഷയം. അല്ല, നല്ല മന്നയല്ലേ ഇവിടുത്തെ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. ശരീര ക്ഷീണമല്ല, നല്ല ഭക്ഷണം മന്ന. ഇതെന്തെന്നാ കണ്ടപ്പോ ചോദിച്ചത്? ഇതെന്താ? മന്നയെ പറ്റി വായിക്കുന്നതും പഠിക്കുന്നതും ശക്തിമാന്മാരുടെ അപ്പമാണ്. പണ്ടൊക്കെ സഭായോഗത്തിന് പാട്ട് പാടുമ്പോൾ ഒരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ ഒരു വരി ഇങ്ങനെയാണ്: മല്ലന്മാരിൻ ഭോജനത്താൽ പോഷിപ്പിച്ചോലേ, മല്ലന്മാരിൻ മല്ലന്മാരുടെ ശക്തിമാന്മാരുടെ അപ്പം. ഇത് സ്വർഗീയ ധാന്യം എന്നാണ് എഴുതിയേക്കുന്നത്. സ്വർഗീയ ധാന്യം. അതെ, ഈ മന്ന എപ്പോഴാണ് പൊഴിയുന്നത്? പറഞ്ഞു. മന്ന മന്ന എപ്പോഴാ പൊഴിയുന്നത്? പ്രഭാതം.
മന്ന എപ്പോഴാ പൊഴിയുന്നതാണ്? പ്രഭാതകാലത്ത് മഞ്ഞ് മാറി സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചേ. രാത്രി പാളയത്തിൽ മഞ്ഞു പൊഴിയുമ്പോൾ മന്നയും പൊഴിയും. രാത്രി പാളയത്തിൽ മഞ്ഞ് പൊഴിയുമ്പോൾ മന്നയും പൊടിയും. അപ്പൊ എപ്പോഴാ പൊടിയുന്നേ? രാത്രിയില്ല. മന്ന മാത്രമല്ല, കൂടെ മഞ്ഞും കൂടെ ഉണ്ട്. അപ്പം രാത്രിയിൽ ഇങ്ങനെ മേളിൽ നിന്ന് മഞ്ഞും മഞ്ഞയും കൂടെ വരുന്നത്. ഇങ്ങനെ മഞ്ഞും ഇങ്ങനെ രാത്രി പൊടി. പ്രഭാതത്തിൽ അതിരാവിലെ പെറുക്കാൻ ചെല്ലുക. അതിരാവിലെ ചെല്ലണം. വെയിലുറച്ച് പരുവക്കെട് ഒക്കെ ആയി ചെന്ന് കഴിഞ്ഞാൽ പെറുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ തന്നെ ചെറുപ്പല് പരുവത്തിലാണ്. പിന്നെ കണ്ടമാനം ഇരുന്ന് ചിരട്ടുകയും തോട്ടുകയൊക്കെ ചെയ്യണം. വെളുപ്പിനെ എറിയാണ്ട് പെറുക്കി എടുക്കാം. ഇത് കൊത്തമ്പാലി പോലെ വെള്ളം നടക്കണം. കുൽക്കുലു അങ്ങനെ കൊടുത്തേക്കുന്നത് ചെറുതാണ്. ഞാൻ കണ്ടിട്ടില്ല. ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളവരും അറിവുള്ളവർ പറഞ്ഞത് ഈ മല്ലിയുടെ വലുപ്പമാണ്. മല്ലി കൊത്തമ്പാലി പോലെ ചെറുതാണ്. ഇത് വെളുപ്പിനെ ചെന്നാൽ പെറുക്കിയെടുക്കാം. താമസിച്ച് ചെന്നാൽ ഇത് ഉറക്കും. പിന്നെ മാന്തികം ചെണ്ട്, അതാ നമ്മള് കൺവെൻഷനൊക്കെ ഇത്ര പാട്ട് പാടിയാലാണ് ഉണരുന്നേ. അല്ലേ? ഇന്ന് മാന്തി പാടി ഊപ്പാട് വന്ന് ആരും ഓത്ര പറയാനാ. പിന്നെ അവസാനം എഴുതിക്കെട്ടവര് നമുക്കെല്ലാം കൂടി എഴുന്നേക്കെന്ന് എന്നാലൊന്നും മൂക്കട്ടം ഓർക്കാം. സവായത്തിലൊക്കെ നിങ്ങൾ ചെല്ലിട്ട് ചെന്നാൽ തറപ്പാട്ട് പാടി ഊപ്പാട് വന്നു. പണ്ടങ്ങനല്ല. സവായത്തിന് അങ്ങോട്ട് വരുന്ന രാവിലെ അങ്ങോട്ട് വന്നിരുന്ന് സ്തോത്രം ചെയ്ത് വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി ഒറ്റ പാട്ട് പാടിയാൽ മതി. ഞങ്ങളൊരു സവായം നടത്തി ഒറ്റ പാട്ട് പാടി ആരാധിച്ചു. 2:30 ആശീർവാദം പറഞ്ഞു. ഒന്നും നടന്നില്ല. അതാണ് മേശയിലാട്ടിച്ചു. ഒറ്റ പാട്ട് തുടങ്ങിയതേ ഉള്ളൂ. 10 മണിയായപ്പോൾ ആരാധനയാണ്. ധാരാളം പേര് അഭിഷേകം പ്രാപിച്ചു. ചിലരെ പ്രവചനാത്മാവിൽ നിറച്ചു. ചില രോഗികൾ സൗഖ്യമായി. ഒറ്റ പാട്ടേ പാടിയുള്ളൂ. ഇന്ന് നമ്മൾ ചില സവായത്തിന് ചില കൺവെൻഷനൊക്കെ ചില പാടി അതുങ്ങളുടെ ഊപ്പാട് വരിക. ഞങ്ങളെ പോലുള്ളവർ താമസിക്കാതെ അതുങ്ങൾ വിരാഗിപ്പിക്കും. ഈ കാലം എവിടെ പോയി കിടക്കുക? പാടി ഞങ്ങളുടെ പാടി കൊള്ളിക്കാം. അപ്പൊ പറഞ്ഞു വന്നതിന്റെ കൂടുതൽ അതിരാവിലെ ചെല്ലണം. അതിരാവിലെ. അപ്പൊ രാത്രിയിലായി ഇത് പൊടിയുന്നത്. മന്ന മാത്രമല്ല, കൂടെ മഞ്ഞും കൂടെ ഉണ്ട്. മഞ്ഞയും കൂടാണ്. ഈ മന്ന യേശുക്രിസ്തുവിന് നിഴലാണ്. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന്. സമൃദ്ധിയായ ജീവൻ തരാനാണ് അവിടുന്ന് സ്വർഗം വിട്ടിറങ്ങി വന്നത്. സ്വർഗം വിട്ടിറങ്ങി വന്നു. സ്വർഗമഹിമകൾ വെടിഞ്ഞു. ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു. സ്വർഗമഹിമകൾ വെടിഞ്ഞു. ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. അപ്പോൾ സ്വർഗമഹിമകൾ വെടിഞ്ഞ ഈ താഴലോകത്തുമാണ്. ഈ മന്ന യേശുക്രിസ്തുവിന് നിഴലാണ്. നിഴലാണുള്ളതിന് 1-2 തെളിവ്. ഒന്ന്, ഈ മന്ന മേളിൽ നിന്ന് വന്നതാണ്. അങ്ങനെ ആ പുസ്തകത്തിന്റെ വാക്യം. അവൻ ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിച്ചെന്ന്. അവൻ മന്ന എവിടെ നിന്നാ വന്നേ? മേളിൽ നിന്നാ വന്നേ. അത് യേശുക്രിസ്തുവിൻ നിഴലാണ്.
മുകളിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. സ്തോത്രം. ബാക്കി സകല ആൾക്കാരും താഴെ നിന്ന് മേളിലോട്ട് പോകാതിരിക്കുകയും ചെയ്യുമ്പോൾ മുകളിൽ നിറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ, അത് നസറേയനാകുന്ന യേശു. ഫിലിപ്പിയ വാക്യം നമുക്കെല്ലാം മനഃപാഠമാ. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിന് മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന നസറേയനാകുന്ന യേശു ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, വേഷത്തിൽ മനുഷ്യനായി. അപ്പന്റെ പാട്ട് കാര്യം പറഞ്ഞില്ല, ഓർമ്മ ഇരിക്കട്ടെ. വേഷത്തിൽ അങ്ങോട്ട് കൊടുക്കണം, പാടുമ്പോ അങ്ങോട്ട് കൊടുത്തേക്കണം, വായിക്കുമ്പോ നമ്മൾ ഇഞ്ഞെടുത്തേക്കണം. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ. അങ്ങനെ വാഴ്ത്തണ്ട, തെറ്റാതെ പാടിയിട്ട് വാഴ്ത്തിയാൽ മതി. അങ്ങ് വാഴ്ത്തണ്ട. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, മനുഷ്യജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. മനുഷ്യജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനെ, മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനെ, ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നേ ഞാൻ. ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നേ ഞാൻ. അപ്പൊ ഈ മന്ന യേശുക്രിസ്തുവിന് കടല. ഒന്ന്, ഇത് മുകളിൽ നിന്ന് വന്നതാണ്. മുകളിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, നസറേയനാകുന്ന യേശു. അധികം വിവരിക്കുന്നില്ല, നിങ്ങളുടെ ഇതിപ്പോ കണ്ടിട്ട് വിവരിക്കാനും തോന്നുന്നില്ല. എന്നാലും വന്നിരിക്കുന്നല്ലോ, വലിയ കാര്യം. രണ്ട്, ഇത് ക്രിസ്തുവിന്റെ നിഴലാന്ന് പറയാൻ കാരണം ഈ മന്ന വളരെ ചെറുതാണ്, കൊത്തമ്പാലി പോലെ മല്ലി ചെറുതാണ്. അത് യേശുക്രിസ്തുവിന്റെ നിഴലാന്ന് പറയാൻ കാര്യം വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ചെറുതായിട്ട് ഇവിടെ അവതരിച്ചു. വലിയവനായ ദൈവമെന്ന് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ വലിപ്പം അവിടുന്ന് സർവജ്ഞാനിയാ, സർവശക്തനാ, സർവവ്യാപിയാ, സർവവല്ലഭനാ, സർവത്തെ സൃഷ്ടിച്ചവനാ, അത് സർവത്തിന്റെ മേൽ അധികാരമുള്ളവനാ. ഈ കാണുന്ന സകലത്തെയും സൃഷ്ടിച്ചവനാ ദൈവം. സ്തോത്രം. ഈ കാണുന്ന ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ, വൃക്ഷലതാദികളെയും പക്ഷി മൃഗാദികളെയും എല്ലാം ഒറ്റ വാക്കുകൊണ്ടല്ല അത് സൃഷ്ടിച്ചത്. ഉണ്ടാകട്ടെന്ന് പറയുമ്പോ എല്ലാം ഉണ്ടാകാം. അത്രയ്ക്ക് വലിയവനായ ദൈവം. സ്തോത്രം. നക്ഷത്രങ്ങളാണ് കോടിക്കണക്കിന് വാരി വെവറിയേക്കുക. ഈ ഭൂമിയെ പല ഭൂമിയെ വിടുങ്ങാൻ പറ്റുന്ന വേറെ നക്ഷത്രമുണ്ട്, അതിനെ വിടുങ്ങാൻ പറ്റുന്ന വേറെ ഉണ്ട്, അതിനെ വിടുങ്ങാൻ പറ്റുന്ന അങ്ങനെയൊക്കെ വെച്ച് നോക്കി ഭൂമി എന്നുള്ളത് ചെറിയൊരു പൊട്ടാണ്. 9 കോടിയോട് 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകർ എണ്ണിയിട്ടുള്ള നക്ഷത്രമാകമാനം സൂക്ഷ്മമായി 60 കോടി അന്ന് എണ്ണിയപ്പം. ഇപ്പൊ പിന്നെ ഓരോന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കുക, എത്തിപ്പെടാതെ നോക്കത്തില്ല. അത്രയ്ക്ക് വലിയ അണ്ടകടാലമായി ഈ ബ്രഹ്മാണ്ടം. ബ്രഹ്മാണ്ടം കോടിടാണ്ടം പ്രകടിതകടകം തൽപ്പലാണ്ടം തൃണാണ്ടം ഡമ്പം ഡമ്പണ്ട ഡമ്പം ഡിമ്പം ചൊല്ലിയിട്ടുള്ളതാണ്. അണ്ടകടാലം അതുപോലെ. അപ്പോൾ ഓരോ നക്ഷത്രമെല്ലാം വാരി ഒന്നൊന്ന് കൂട്ടിമുട്ടുന്നില്ലല്ലോ. ഇവിടെ 2 വിശ്വാസം കൂടി അടിയുടെ വരുന്നതാണ്. ഈ ഭയങ്കര നക്ഷത്രമെല്ലാം ഇങ്ങനെ കറങ്ങി കുഴപ്പമില്ല. ഭൂഗോളം ഇതിന്റെ വ്യാസം സഹസ്രാഷ്ടകം മൈൽ, ആകെ 28,000. അപ്പൊ 28,000 ചന്ദ്രസാണ്. അതാ ഭൂമി.
ഇതുപോലെ വലിപ്പപ്പെട്ട ഇതിന്റെ 10 ഇരട്ടി 100 ഇരട്ടി വലിപ്പമുള്ള ഗോളങ്ങൾ കിടക്കുക. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് അയ്യോ, ഇതൊക്കെ അങ്ങോട്ട് ചിന്തിച്ചാൽ നമ്മൾ അന്തം വിട്ടു പോകുക. ഓരോ നക്ഷത്രവും പേര് ചൊല്ലിയാണ് വിളിക്കുന്നത്. മകയിരം, കാർത്തിക, ഇല്ലേ, അത്തം. മലയാളത്തിൽ അങ്ങനെ അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിടം, തൃക്കേട്ടം, മൂലം, പോരാടം. പിന്നെ ഉറക്കെ പറ. ഉത്രാടം, അവിട്ടം, ചതയം, പൂരിട്ടാതി, ഉത്രട്ടാതി, രേവതി. ഇഷ്ടം പോലെ കിടക്കുക. ഒരുത്തരോട് പണ്ട് അവർ സംസാരിച്ച പറഞ്ഞ അവസരത്തിലല്ല, അവൻ പറഞ്ഞു, ഞാൻ കേട്ടതാ രണ്ടുപേരുടെ സംസാരിച്ച, നിന്റെ നാളല്ല എന്നാ പറഞ്ഞ, എന്റെ തിരുവാതിര എന്നാ പറഞ്ഞ് എന്റെ കഥകളിയാണ്. അങ്ങനെ നാളില്ല, അവളെ അത് തിരുവാതിരയാണ് എന്റെ കഥകളിയായിരുന്നു. അപ്പൊ ഈ ധാരാളം നക്ഷത്രങ്ങൾ കോടിക്കണക്കിനാണ്. ഇതെല്ലാം നിർമ്മിച്ച ദൈവം, സർവജ്ഞനായ ദൈവം, സർവശക്തനായ ദൈവം. സ്തോത്രം. അങ്ങനെയുള്ള വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ചെറുതായിട്ട് അവതരിച്ചത് എന്ന് പറഞ്ഞാൽ, ഭൂമിയേക്കാൾ വലിപ്പമുള്ള 10 ഇരട്ടി 100 ഇരട്ടി വലിപ്പമുള്ള ഗോളങ്ങൾ കിടക്കുക. ആ ഗോളങ്ങളിലൊക്കെ ചെന്ന് നോക്കിയാൽ, ഇപ്പം ചൊവ്വായിലൊക്കെ സ്ഥലം കൊടുക്കുന്നുണ്ട്. ഒരാൾ പണ്ട് പറഞ്ഞു, ഇങ്ങനെ പോകാന്നേ ചൊവ്വായി പോകുക എന്ന് പറഞ്ഞു. ഇങ്ങനെ പോകുന്നെങ്കിൽ ചൊവ്വായി പോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവിടെയൊക്കെ പോയി സ്ഥലമെടുക്കാൻ നോക്കില്ല. ചന്ദ്രനിൽ പോയി കൊടിയെല്ലാം കുത്തിവെച്ച് വന്നിരിക്കുക. ഇനി പല സ്ഥലത്ത് പോകാനിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഈ ഗോളങ്ങളിൽ ചെന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഭൂമി ഒരു ചെറിയ പൊട്ട് പോലെ ചെറുതാണ്. അങ്ങനെയുള്ള ഈ ഭൂമിയിൽ ഏതാണ്ട് 4ൽ 3 ഭാഗവും വെള്ളമാണ്. കര കുറച്ച് പോകും. അത് ചിന്തിക്കാതെ മുന്നിൽ വന്നിരിക്കാൻ ചെയ്യ് വട്ട പിടിച്ചവൻ ഇനി എന്നാ ചോദിക്കുന്നത്. ഈ ഭൂമി ഏറ്റവും ചെറിയ ഗോളമാണ്. അതിൽ 4ൽ 3 ഭാഗവും വെള്ളമാണ്. ആ ഒരു ഭാഗം ആ കര. ആ കരയില് പല രാജ്യങ്ങളുണ്ട്. ഏറ്റവും വലിയ വിസ്തൃതിയുള്ള രാജ്യം ഏതാ? വലിപ്പമല്ല, ജനസംഖ്യ ചൈന. ഇപ്പൊ ഇന്ത്യയെ കടപിടിച്ച് വരിക അല്ലേ? ഇങ്ങനാണെങ്കിൽ ആകും. അധികം താമസിക്കാതെ വലിയ വലിയ രാജ്യങ്ങളെല്ലാം കിടക്കുക. അമേരിക്കൻ രാജ്യങ്ങള്, റഷ്യൻ രാജ്യങ്ങള്, വലിയ വലിയ ഭൂഖണ്ഡങ്ങള്. ഇതുപോലെ അങ്ങനെയുള്ള ഈ രാജ്യങ്ങളിൽ ഒരു ചെറിയ പൊട്ട് പോലെ പലസ്തീൻ, ചെറിയ പൊട്ട്. ഞാൻ പോയിട്ടില്ല, പോയവരൊക്കെ പറഞ്ഞ കൊല്ലം ജില്ലയുടെ വലിപ്പമുള്ളതാണ്. തർക്കമൊന്നും വേണ്ട, ചെറുതാണ്. ആ ചെറിയ രാജ്യത്തിൽ ചെറിയൊരു പൊട്ട്, അതിനകത്തൊരു ചെറിയ ഗ്രാമമാണ് നസറേത്ത്. ആ ചെറിയ ഗ്രാമത്തിൽ എന്റെ ഭാവനയാ ഒരു ചെറിയ വീട്. ആ ചെറിയ വീട്ടിൽ ഒരു ചെറിയ സഹോദരി മറിയം. ന്യായമായ ഒരു കണക്ക് പറയാം, ഒരു 5 അടി പൊക്കം. 5 കാണാൻ സാധ്യതയില്ല, ഇരിക്കട്ടെ, 5 അടി പൊക്കം. നിങ്ങൾ ഇനി കയറിപ്പോ അവിടെ കസാരയുണ്ട്. നിങ്ങൾക്ക് കസാര ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കില്ല, ചെറിയ ഒരു സഹോദരി മറിയം. ആ മറിയത്തിന്റെ ഉദരം സാധാരണ നമ്മള് ഒരു നാടൻ ശൈലി കൊണ്ട്, എന്റെ അച്ചായ എല്ലാരും ഒരു ചാൺ പയറിന് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. ഒരു ചാൺ, ആ ഒരു ചാണെന്ന് ചിന്തിച്ചോ, അതിനകത്ത്
അകത്ത് ആന്തരിക അവയവങ്ങളിൽപ്പെട്ടതാ ഗർഭപാത്രം. കുട്ടകം പോലെ അല്ല, അല്ല. സയൻസ് പഠിക്കുന്നവർക്കറിയാം. അതിനകത്താണ് വലിയവനായ ദൈവം വന്ന് ചെറുതായി. മനസ്സിലായോ? ഈ കാണുന്ന അണ്ടകടാകം മുഴുവൻ ഒറ്റവാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവം, കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗോളങ്ങളും ഇങ്ങനെ കിടക്കുക വാരി പതറിയിട്ട ദൈവം, ഈ അണ്ടകടാകത്തെ സൃഷ്ടിച്ച ദൈവം, അണ്ടകടാകത്തിലെ ചെറിയ ഗോളം ആ ഭൂമി, ആ ഭൂമിയുടെ 4/3 ഭാഗം വെള്ളം, 1 ഭാഗം കര. ആ കരയിലെ പല രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയൊരു രാജ്യമാണ് പലസ്തീൻ. ആ രാജ്യത്തിലൊരു ചെറിയ ഗ്രാമമാണ് നസറത്ത്. അവിടെ ഒരു ചെറിയ കുടിലിൽ ചെറിയൊരു സഹോദരി മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായി ദൈവം. അത്രോ ചെറുതായെന്നായി പറഞ്ഞേ. എന്തിനാ? എന്നെ നിന്നെ രക്ഷിക്കാൻ. നമുക്കൊന്ന് ചെറുതാകാൻ പറ്റുമോ? നമ്മളിപ്പോൾ ഇതിനകത്ത് വന്നിട്ട് വീര സാഹസികതയൊക്കെയാ. ഞങ്ങൾ ഏത് കുടുംബമാണെന്നറിയാമോ? ഞങ്ങൾ മുണ്ടക്കയത്തെ പഴയ ആൾക്കാരാണ്. മൗണ്ട് വാറ്റൻ പ്രഭു ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. തിരുവിതാംകൂർ രാജകുടുംബം ഇതിലെ കുട്ടിക്കാലത്തിന് പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലാ ഉമ്മായിരുന്ന വിവരക്കാരെല്ലാം വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ആരാണെന്ന് അറിയാമോ? ചെറുതാകാൻ താല്പര്യമില്ലല്ലോ. സർവജ്ഞനായ ദൈവം എന്നെയും നിങ്ങളെ രക്ഷിപ്പാൻ അങ്ങനെ ചെറുതായിട്ട് നമ്മൾ ഒന്ന് ചെറുതാകുന്ന നല്ലതല്ലേ? നമ്മുടെ ഈ വലിപ്പഭാവമൊക്കെ ഒന്ന് മാറ്റി, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, സൗന്ദര്യമുണ്ട്, കുടുംബശ്രേഷ്ഠതയുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് വലിപ്പഭാവം എല്ലാം ഒന്ന് മാറ്റി ഒന്ന് ചെറുതാകും. തണ്ട് വെച്ച പടകും പ്രതാപമുള്ള കപ്പലൊന്നും അങ്ങോട്ട് ചെല്ലുകയില്ല. ചിലരുടെയൊക്കെ ആ വലിപ്പഭാവം കാണാം. ഞാൻ എന്നെ കൂടെ പ്രതിയാക്കിയ കൺവെൻഷനൊക്കെ പ്രസംഗിക്കുന്ന എല്ലാവരുടെയും കാര്യമല്ല. കൈ കൊടുക്കാൻ തന്നെ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാം. മിണ്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളങ്ങോട്ട് പാസ്റ്റർ പ്രൊഫസറും എന്തോ വലിപ്പഭാവം. കാശും പിടിപ്പും ചുറ്റുപാടുമുള്ളവർക്കാണേ കൈ കൊടുക്കും. ക്ഷീണമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നോക്കുക പോലുമില്ല. എല്ലാവരുടെയും കാര്യമല്ല. ആ കാര്യത്തിന് ഞാൻ വളരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരാളുണ്ട്. പലര് കാണുമായിരിക്കും. എന്റെ ദൃഷ്ടിപ്പെട്ട ഒരാളാണ് നമ്മുടെ കറകച്ചാലിലെ സെൻട്രൽ പാസ്റ്റർ കുഞ്ഞാപ്പിച്ചായൻ. നമ്മൾ അദ്ദേഹത്തിന്റെ കിട്ടുന്ന അദ്ദേഹം ഉടനെ എഴുന്നേറ്റ് നിന്ന് വന്ദനം ചെയ്യും. അദ്ദേഹം ആരാ? ശ്രേഷ്ഠനായ കർത്തൃദാസൻ. അത് അറിയാമോ? കെ ഇ അബ്രഹാം അവരുടെ കൂടെ സന്തത സഹചര്യമായിട്ട് 20 വർഷം ഉണ്ടായിരുന്നു. അത് കൂടുതലുണ്ടെങ്കിൽ കൂടെ 20. നന്നായിട്ട് പ്രസംഗിക്കും കുഞ്ഞാപ്പിച്ചായൻ. നല്ല കൈപ്പിച്ച് പാട്ടും പാടും. സാധാരണ ചിലർ പ്രസംഗിച്ച് കഴിഞ്ഞ് കുഞ്ഞാപ്പിച്ചായന് പ്രാർത്ഥനയ്ക്ക് കൊടുത്താൽ അതെല്ലാം കൂടെ ചേർത്ത് കോർത്തിറക്കി എന്നെ അടുക്കം ചിട്ടേരാ പ്രാർത്ഥന. പണ്ടൊരു കൺവെൻഷൻ പൂശാരികളിലെ നടന്നു. പ്രസംഗിച്ചത് അത്ര പോരായിരുന്നു. ഒടുവിൽ കുഞ്ഞാപ്പിച്ചാണ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ജനം പറഞ്ഞു, എന്നാ പിന്നെ ഇയാളെ കൊണ്ട് പ്രസംഗിപ്പിക്കേണ്ടായിരുന്നു, അച്ഛാന് പ്രാർത്ഥനയ്ക്ക് കൊടുത്താൽ മതിയായിരുന്നു. നമ്മുടെ തവയല്ല, അതൊക്കെ കഴിവാണ്, കൃപയാണ്. പക്ഷെ ആ മനുഷ്യന്റെ ബഹുമാനം താഴ്ന്നു. എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടുമുണ്ട്. എന്റെ ദൃഷ്ടിപ്പെട്ട ഒരു കാര്യം പറഞ്ഞതാ. നിങ്ങളുടെ അറിവിൽ ചിലര് കാണുമായിരിക്കും. അങ്ങനെയുള്ള ഒത്തിരി പേര് താഴ്ന്ന വിനയം. എന്നാൽ ചിലരോട് നിങ്ങൾ കൈ തരാനൊക്കെ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിണ്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നിങ്ങൾ ചിലരെയൊക്കെ ഓർത്തിട്ടുണ്ടല്ലേ? ഇല്ലേ? പിന്നെ പറയുമൊന്നും വേണ്ട. നിങ്ങൾ ഓർത്തവരെയൊക്കെ ഞാൻ ഓർത്തോണ്ടിരിക്കുക. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ്. നിഗളിക്കരുത്, അഹങ്കരിക്കരുത്. നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. നാം ആകുന്നത് ദൈവത്തിന്റെ കൃപയാണ്. സാധുക്കളായോരും എല്ലാരും വന്ധ്യേ ഒരുപോലെ
ഇല്ലാതെ വെടിഞ്ഞിടും. ആ നീയതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. ആ നീതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. ആ നീയതു മറക്കാതെ. അപ്പൊ ശ്രദ്ധിക്കുക, ഏത് മനുഷ്യന് ഉറക്കുന്നതാണ് ശ്വാസം. നിഗളിക്കരുത്, അഹങ്കരിക്കരുത്, വിനയം. അപ്പോൾ ഈ മന്ന ആ യേശു ക്രിസ്തുവിന് നടലാണ്. ഒന്ന്, ഇത് മോളിൽ നിന്ന് വന്നതാണ്. രണ്ട്, ഇത് ചെറുതാണ്, എളിമ, വിനയം. ഈ വിനയമുള്ളവരെ ദൈവം ആരാധിക്കും. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം, താഴ്മയുള്ളവർക്കോ സൂക്ഷ്മം. ഞാൻ എപ്പോഴും ഇതൊക്കെ പറയുമ്പോൾ പറയും, ഇപ്പൊ ഉദാഹരണം, നമ്മുടെ സഭയിൽ പ്രായമുള്ളവരുണ്ട്. ഞാൻ നിങ്ങളുടെ സഭയിലൊക്കെ പറയും, ചിലത് പറഞ്ഞാലും ഒന്നും അനുസരിക്കാത്ത ഈ മെനകേട് കേസുകൾ ഒത്തിരി ഉണ്ട്. എന്നാലും പറഞ്ഞു, കൂടെ കൂടെ പറഞ്ഞാലല്ലേ എപ്പോഴെങ്കിലും ഒക്കെ ഗുണമാകണം. ഇപ്പൊ ഉദാഹരണം, നമ്മുടെ സഭയിലെ സഭായം കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാവശ്യം കഴിയുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ വെച്ചു. ഉദാഹരണമാണ്, പ്രായമുള്ള അമ്മ കാണും, പ്രായമുള്ള അപ്പന്മാര് കാണും. അപ്പൊ ചെന്ന് പറഞ്ഞ അമ്മച്ചി ഇവിടെ ഇരിക്കും, എടുത്തോണ്ട് വരാം, ഇന്നതൊക്കെയായി ഇവിടെ ഉള്ളത്, അമ്മച്ചിക്ക് എന്തുവാ വേണ്ടേ, അതൊക്കെ ചെയ്യണം. അല്ല തന്നെ ഒരു പ്ലേറ്റ് എടുത്തോണ്ട് പാമ്പി നല്ല പെരുക്ക് വരികയല്ല ചെയ്യേണ്ടത്. പ്രായമുള്ള പിതാക്കന്മാര് കാണും, അപ്പച്ചന് ഇവിടെ ഇരിക്കും, എടുത്തോണ്ട് വരാം. കൊടുത്തേച്ച് മുങ്ങുകയും ചെയ്യരുത്, അവിടെ നിന്ന് ശുശ്രൂഷിക്കണം. അബ്രഹാമിന്റെ വീട്ടിൽ വന്നവരെ നിന്ന് ശുശ്രൂഷിക്കണം. ഇതൊക്കെ പഠിക്കണ്ടേ, വിനയം വേണം, ചെയ്യണ്ടേ. പ്രായമുള്ള അമ്മ വീട്ടിൽ കാണാം, വല്യമ്മയോ അല്ലെങ്കിൽ അമ്മയുടെ അമ്മയോ അപ്പൻ്റെ പ്രായമുള്ളവര്, അവരെ ബാത്റൂമിൽ കുളിക്കാനൊക്കെ കയറുമ്പോൾ ചൂടുവെള്ളം കൊണ്ട് കൊടുക്കണം, വെട്ടിത്തിളപ്പിച്ച് കൊടുക്കരുത്. അമ്മച്ചി ഒത്തിരി നാളെ കൊണ്ടത് കുളിപ്പിക്കണം എന്ന് പറഞ്ഞാൽ 160 ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിച്ച് ഒരു തള്ളയുടെ പുറത്തോടിക്കരുത്. അത് പഴയ കണക്കാ, വെള്ളം കാലമായോ എന്ന് കൈയിട്ട് നോക്കാൻ പാടില്ല. അതുകൊണ്ട് കൊടുക്കണം. കൊടുത്തിട്ട് ഒക്കുന്നെങ്കിൽ പ്രായമുള്ള അമ്മയല്ലേ കൈ ഒന്നും വഴഞ്ഞു കിട്ടുകയില്ല, പുറമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം. പ്രായമുള്ളവർക്ക് ദേഹത്തോടൊക്കെ നൊരയ്ക്കുകയും ചൊറിയുകയും ചെയ്യുന്ന പോലെ തോന്നും. കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മളും ഈ മേഖലയിൽ കൂടെ പോകണം. എപ്പോഴും നീ ഇങ്ങനെ മിടുക്കനായിട്ട് പോവുകയല്ല, മിടുക്കിയായിട്ട് പോവുകയല്ല. അപ്പൊ അമ്മച്ചിയോട് പറയണം, അമ്മച്ചി ഞാൻ പുറത്ത് ഇഞ്ചയിട്ട് തൊണ്ടിട്ട് തേക്കരുത്, ഇന്നലെ മുറിച്ച തേങ്ങാണ്ട് തൊണ്ട് കിടപ്പുണ്ട്, പപ്പാത് മുറിച്ചോണ്ട് പോവാം, നമുക്ക് അമ്മച്ചി ഒന്ന് തേക്ക, ഒത്തിരി നാളെ കൊണ്ടായി, അമ്മച്ചി ഒന്ന് ആനയെ തേക്കും പോലെ തൊണ്ടിട്ട് തേക്കരുത്. ഇഞ്ച കിട്ടി ഇഞ്ച, അല്ലെ ഇഞ്ചയ്ക്ക് മേടിക്കാൻ അല്ലെ വാഴയില ചെറുതായിട്ട് കീറി കൈ കൊണ്ടൊന്ന് തിരുമി കഴിയുമ്പോൾ പദം വരും. ചെയ്യണം, വേണ്ടേ? അല്ല ഇവിടെ വന്ന് മറുഭാഷ മാത്രം പറഞ്ഞാൽ കാര്യം നടക്കില്ല. എപ്പോഴും ഇങ്ങനെ നിൽക്കുക, എലവൺ കവിയെ പിടിച്ച് പറഞ്ഞു. അല്ല, അങ്ങനെയുള്ള ഒത്തിരി എണ്ണമുണ്ട്. ചെയ്യേണ്ട കടമകളോ കർത്തവ്യങ്ങളൊന്നും ചെയ്യത്തില്ല. ഇവിടെ വന്ന് കിടന്ന് ഇങ്ങനെ അറകല തുള്ളുപോലെ തുള്ളുക. വിനയം വേണ്ടേ, താഴ്മ വേണ്ടേ? പുതുതായിട്ട് നമ്മുടെ സഭയിൽ ഒരാൾ വന്നു, വരുമ്പോ കണ്ണ് കാണിക്കാൻ അങ്ങനല്ല. യോഗ കഴിയുമ്പോൾ ചെന്ന് എവിടുന്നാ വരുന്നത്, പേരെന്തുവാ, ഇനി വരണേ, പ്രാർത്ഥിക്കാം, എന്തെങ്കിലും ഉണ്ടോ പ്രാർത്ഥിക്കാൻ വിഷയം ഉള്ളതാന്നേ പറയണം, പ്രാർത്ഥിക്കാം, സമാധാനത്തോടെ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിന് വിരോധമുണ്ട്, ഉണ്ടെങ്കിലുണ്ടെന്ന് പറയില്ല, ഞങ്ങളൊന്ന് വരട്ടെ, ഇല്ല ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വരണേ. ഇതൊക്കെ അതിൻ്റെ പിന്നെ ഇത് മിണ്ടുകയില്ല, മുറങ്ങയിലേക്കില്ല, കയ്യും കൊടുക്കുകയല്ല. ഇന്ന് ചൂടിരുന്ന് പ്രാർത്ഥന, കർത്താവേ ആത്മാക്കളെ തരണമേ, മുണ്ടക്കരുത് കുട്ടിക്കാലത്തിന് എത്ര ആൾക്കാർ പോകുന്നു, ഹാലിയിൽ പോട്ടെ, അവർ പോട്ടെ, ഇവിടെ വന്നിട്ടാണ് ഞാൻ. സ്തോത്രം. വിനയം വേണം, വിനയം വേണം. പ്രായമുള്ളവരെ ബഹുമാനിക്കണം. സ്തോത്രം.
കുഞ്ഞുങ്ങളോടും ആര്യത്തിലായിരിക്കണം. ചിലർ അവനവൻ്റെ കുഞ്ഞുങ്ങളോട് ഭയങ്കര കരുതലാണ്, മറ്റുള്ള കുഞ്ഞുങ്ങളെ ആക്ഷേപിക്കുകയും അത് പാടില്ല. നമ്മുടേത് പൊന്ന, മറ്റത് ചെമ്പ, അങ്ങനെയല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെക്കാൾ കുറച്ചുകൂടെ കരുതലായിരിക്കണം മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ. അങ്ങനെ നീ കരുതിയാൽ നിന്റെ കുഞ്ഞിനെ കരുതാൻ 100 പേര് ദൈവം ഒരുക്കും. ഒരു മുട്ടായി കിട്ടി നമ്മുടെ കുഞ്ഞിന് കൊടുത്തില്ലെങ്കിലും അടുത്തിരിക്കുന്ന കുഞ്ഞിന് കൊടുത്താൽ നിന്റെ കുഞ്ഞിന് 100 മുട്ടായി ആയിട്ട് ദൈവം ആൾക്കാരെ കൊണ്ടുവരും. എന്നെ എല്ലാവരും വള്ളം മുങ്ങിയതുപോലെ ഇരിക്കുന്നു, സങ്കടപ്പെട്ടു. നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്, പരീക്ഷിക്കും. മലാക്കിൽ അങ്ങനല്ലേ പറഞ്ഞു, ഒന്ന് പരീക്ഷിച്ച് നോക്ക്, ഗുണമാകുമല്ലോ എന്നറിയാം. ദൈവത്തിന് മഹത്വം. ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രസംഗം ഉദ്ദേശിച്ചല്ലായിരിക്കും വന്നത്. ഇന്നെല്ലാത്തിനും തുള്ളി ഊപ്പാട് വന്ന അവസാനം നടുവ് നട്ടലും പോയി പോകുമെന്ന് പറഞ്ഞായിരിക്കും വന്നത്. ഉള്ളതൊന്നും വേണ്ട, യാതൊരുന്നിട്ട് പതൊക്കെ കേട്ട് ഗുണപ്പെട്ടങ്ങ് പോയാൽ. അപ്പോൾ ഈ മന്ന യേശു ക്രിസ്തുവിന് നിഴലാണ്. ഒന്ന്, ഇത് മുകളിൽ നിന്ന് വന്നതാ, മുകളിൽ നിന്ന് വന്ന ഒരുവനെ കൊണ്ടു നസറായൻ. 2, ഇത് ചെറുതാണ്, വലിയവനായ ദൈവം. സ്തോത്രം. ചെറുതായ, അതാ മന്ന, ചെറുതാണ്. 3, ഈ മന്നയുടെ വിശേഷത ഇത് കൂടാരവാതിക കിടക്കുക. കൂടാരവാതിക അതിരാവിലെ കൂടാരവാതിൽ തുറന്നങ്ങോട്ടിറങ്ങുമ്പോൾ വാതിക്കൽ മന്ന എന്ന് പറഞ്ഞാൽ രക്ഷ നിന്റെ സമീപത്താണ്. യേശുക്രിസ്തു രക്ഷിതാവാണ്. അങ്ങനെ ലൂക്കോസിൽ വായിക്കുന്നത്. രക്ഷിതാവ് വായിച്ചേ, 2:10 മുതലല്ലേ, ഓടിച്ച് വായിച്ചു. പെട്ടെന്ന് വായിച്ചു. അടുത്തത് എന്ന രക്ഷിതാവ്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. അപ്പോൾ യേശു ക്രിസ്തു രക്ഷിതാവാ, രക്ഷകനാണ്. സ്തോത്രം. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേ, മഹത്വരാജനായി നിന്നിലേക്ക് എഴുന്നള്ളിയിടട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേ, മഹത്വരാജനായി നിന്നിലേക്ക് എഴുന്നള്ളിയിടട്ടെ. അപ്പൊ യേശു ക്രിസ്തു രക്ഷകനാണ്. ക്രിസ്തുവിന് നിഴലാ മന്ന. അപ്പൊ മന്ന കിടക്കുന്നത് എവിടാ? വാതുക്കല. രക്ഷ തേടി നീ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും വടക്കോട്ടും ഒന്നും പോകണ്ട. രക്ഷപ്പെടണം തമിഴ്നാട്ടിൽ പോകാം, വേണ്ട. എനിക്ക് രക്ഷപ്പെടണം കോയമ്പത്തൂർ പോകാം, വേണ്ട. എനിക്ക് രക്ഷപ്പെടണം കിഴക്കോട്ട് പോകാം. ഇതിലേ കയറുകയാണ് എളുപ്പമുണ്ടല്ലോ. എനിക്ക് രക്ഷപ്പെടണം കൊല്ലം സൈക്കിലോട്ട് പോകാം. രക്ഷ തേടി നീ വണ്ടിക്കൂലി മുടക്കി ദൂരോട്ടൊന്നും പോകണ്ട. രക്ഷപ്പെടാൻ ട്രെയിൻ കയറിയും പോകണ്ട, ബസ്സേ കയറിയും പോകണ്ട, ജീപ്പ് പിടിച്ചും പോകണ്ട, കാല് ചെരുപ്പ് ഇട്ടോണ്ട് പോകണ്ട, കിട്ടാതെ പോകണ്ട, ചെരുപ്പുണ്ട ഇട്ടു. രക്ഷപ്പെടാൻ വെള്ളത്തുണി മാത്രം കൊടുത്താലേ രക്ഷപ്പെടുള്ളൂ. ഇല്ലില്ല. ചുമന്ന് കൊടുത്താലേ രക്ഷപ്പെടുള്ളൂ, അല്ല. കറുപ്പെടുത്താലേ രക്ഷപ്പെടുള്ളൂ, അല്ല. മഞ്ഞ ഉടുത്തെങ്കിലേ രക്ഷപ്പെടുള്ളൂ, അല്ല. കറുപ്പോ വെളുപ്പോ ചുമലയോ വെള്ളം എന്ത് ഉടുക്കണമെന്നേ ഉള്ളൂ.
രക്ഷപ്പെടാൻ ഇന്ന സാധനങ്ങൾ കൊണ്ടുപോയെങ്കിൽ രക്ഷപ്പെടും. വേണ്ട, യേശുവിന്റെ അടുക്ക വരാൻ ഒന്നും കൊണ്ടുവരണ്ട. സ്തോത്രം. CSAക്കാര് പാടുന്നൊരു പാട്ടുണ്ട്, എനിക്ക് പാടാൻ വയ്യ. അമ്മാമ CSA അല്ല, CSA രക്ഷിക്കപ്പെട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇല്ലാത്ത CSAക്കാരുണ്ടോ ഇതിനകത്ത്? ഇവിടെ ആരുമില്ലേ? കൊണ്ടേലും കൈപൊക്കുകയല്ല. നിങ്ങൾ ചിന്തിക്കുന്ന അയാൾക്ക് ബോധമെന്നുള്ളവനല്ല എന്തിനാ കൈപൊക്കിക്കുന്നു. ഒരു പാട്ടിന്റെ വരിയുണ്ട് ഇങ്ങനെ, പാടാൻ വയ്യെന്നാൽ നോക്കണം. വേറും കൈയാൽ ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നീവാ, ഒരു ദേഹി പോലും ഇല്ല എന്നെ വണങ്ങും ഞാൻ. കേട്ടിട്ടില്ലേ? ഞാൻ ഈ പാട്ട് പഠിച്ചത് അമ്പലത്തിൽ പോയ സമയത്താണ്. അമ്പലത്തിൽ രാവിലത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ CSAക്കാരുടെ പള്ളിയിൽ ഈ പാട്ടിട്ടേക്കും. എൻ്റെ കയ്യിലൊക്കെ കളവക്കുറിയൊക്കെ നെറ്റിയിലുണ്ട്, കയ്യിൽ പ്രസാദമുണ്ട്. പാട്ട് ഇഷ്ടമായതുകൊണ്ട് ശ്രദ്ധിച്ചു. നല്ലതായിട്ട് പാടുന്നുണ്ട്. പക്ഷെ അന്ന് അറിയത്തില്ല. പിന്നെ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞ് പാട്ട് തപ്പിയെടുത്ത് പഠിച്ചു. പക്ഷെ അന്ന് കേട്ടതാണ്. വേറും കൈയായി ഞാൻ ചെല്ലുമോ, അതിനകത്ത് കാണത്തില്ല. കാണാൻ സാധ്യത കുറവുണ്ടോ? എന്തിനാ തുറന്നു? വേറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നീവാ, ഒരു ദേഹി പോലും ഇല്ല എങ്ങനെ വണങ്ങും ഞാൻ. വേറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നീവാ, ഒരു ദേഹി പോലും ഇല്ല എങ്ങനെ വണങ്ങും. അതാ വയ്യ. അവൾ യേശുവിന്റെ അടുത്ത് വരാൻ നീ ഭൗതികമായിട്ടൊന്നും കൊണ്ടുവരണ്ട. ഏത്തക്കൊലയും കൊണ്ടുവരണ്ട, പൂവംകൊലയും കൊണ്ടുവരണ്ട, കദളിയും കൊണ്ടുവരണ്ട, ചെങ്കദളിയും വേണ്ട, പിന്നെ പാല് വേണ്ട, നെയ്യ് വേണ്ട, എണ്ണ വേണ്ട, അരി വേണ്ട, പൊരി വേണ്ട, മലര് വേണ്ട, ഒന്നും വേണ്ട. പൂവൻകോഴി വേണ്ട, പിടക്കോഴി വേണ്ട, ഇവിടുത്തെ ആടിന് 3 എണ്ണം അത് വേണ്ട, മുട്ടം വേണ്ട, കുഞ്ഞാട് വേണ്ട, പെണ്ണാട് വേണ്ട, കോലാട് ഒന്നും വേണ്ട. നിന്റെ ഉരുളി വേണ്ട, വാർപ്പ് വേണ്ട, കിണ്ടി വേണ്ട, മൊന്ത വേണ്ട, നിന്റെ എമ്പുകലം വേണ്ട, ഒന്നും വേണ്ടെന്ന്. നിന്റെ വസ്തു വേണ്ട, സ്വോത്രകാഴ്ച വേണ്ട, 101 രൂപ, 1001 രൂപ, 501 രൂപ ഒന്നും വേണ്ട. ആട്ടിയ വെളിച്ചെണ്ണ വേണ്ട, മെഴുകുതിരി 50 എണ്ണം ഒന്നും വേണ്ട. നിന്റെ പട്ട് വേണ്ട, ഒന്നും യേശുവിനെടുക്ക വരുന്നത് ഒന്നും വേണ്ട. ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ ഇനി വന്നാൽ മതി. ഇനി മരണമൊന്നുമില്ല, ഇരിക്കുന്ന ഇടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിന്റെ അടുക്കലോട്ട് വരുന്ന ജീവനുള്ളത് അണ്ട. മീക 6-ാം അധ്യായത്തിന്റെ 6 മുതൽ വായിച്ചേ. മീക 6:6 പെട്ടെന്ന് വായിച്ചു. മീക 6:6 പെട്ടെന്ന് വായിച്ചു. മീകായില്ലേ? വായിക്ക് 6:6 മൈക്കിൽ കൂടെ വായിച്ചത് ദാസനെ എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. ഞാൻ എന്തോട്ട് അങ്ങോട്ട് ചെല്ലണ്ടേ?
ഞാൻ ഹോമയാഗങ്ങളോടും മൈക്ക് അവിടെ ഇരിക്കുന്നവനാണ് തോന്നുന്നു. കസാരയായിട്ട് ഇവിടെ വാ. കസാര എടുത്തോണ്ട് ഇവിടെ വാ. രണ്ടുപേരും അടുത്തിരുന്ന് വായിച്ചാണ്. ഇനി വായിച്ചോ. അല്ല, പുള്ളി വായിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് എന്തോന്നും കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലും യഹോവയുടെ സന്നിധിയില്. ഞാൻ എന്തോടത്തോണ്ടാ ചെല്ലണ്ടത്? അതാ ഞാൻ പറഞ്ഞത്, ഈ മുമ്പിൽ ഇഷ്ടിട്ടല്ലോ. ഇതൊന്നും കൊണ്ട് ചെന്നിട്ട് കാര്യമില്ല. അടുത്തത്, അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. ഞാൻ എന്തുമായിട്ട് അവിടെ ചെന്ന് കുമ്പിടേണ്ടത്? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? ആടിനെ കാളയൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലണം. പുടക്കോഴി, പൂവൻകോഴി, മുട്ട ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലണോ? 1000 ആട്ടുകൊറ്റനിലും 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? പ്രസാദിക്കുമോ? നമ്മൾ ഇച്ചിരി തൈലമായിട്ട് എന്നാ ദൈവം പ്രസാദിക്കുമോ? ആട്ടുകൊറ്റനുമായിട്ട് എന്നാ പ്രസാദിക്കുമോ? കാട്ടിലോട്ട് കയറിക്കെ കോലാട് ഏതെല്ലാം ആണ്. മൂന്നാറിലോട്ട് ചെന്ന് നമ്മുടെ ആടുണ്ടല്ലോ, എന്തുവാ പറയുന്നത്? വരയാട്. ആ കുന്നിന്റെ മണ്ട മുഴുവൻ മരയാണ്. അങ്ങനെ നീ ഒരു വെണ്ണാടുമായിട്ട് ഈ നടക്ക് 4,000 മുടിക്ക് 3,000 ഉള്ള ആന പഴയ കണക്കാ. ഇപ്പം ലക്ഷങ്ങളാണ്. പഴയ കണക്കാ. നടക്ക് 4,000, മുടിക്ക് 3,000 ആണ് ആനയ്ക്ക്. ഇപ്പൊ ലക്ഷങ്ങളാണ്. കാട്ടിലോട്ട് കയറിക്ക് ഇന്നും വീണ്ടും ആനകളാണ്. ഇപ്പോഴാണ് ഇതുങ്ങൾ ഇഷ്ടം പോലെ അങ്ങ് കൂടുക. പന്നികളെ അയ്യരുകളിയാണ്. ഒരു സാധനം പറമ്പിൽ കുടിച്ചു വെക്കാൻ ഒക്കത്തില്ല. ഭയങ്കര ശല്യമാണ്. ഇപ്പൊ ഈ കഴുകിയുടെ ഞാൻ തിണ്ണയിരിക്കണം. തിരുവല്ലയില് വരമറണം അവിടെ വന്നേക്കുന്നു. പണ്ടൊരു കുരങ്ങനെ കാണണമെങ്കിൽ ആ കുമ്പളി തകടിന് അകത്തോട്ടങ്ങാനും ചെല്ലണം. ഇപ്പൊ അന്നെ കുരങ്ങ് പറയാം, എന്തുവാ നിങ്ങൾ പറഞ്ഞത്? ഏതാണ്ട് പറഞ്ഞു. ഇഷ്ടം മൃഗമല്ലേ ഇറങ്ങി വരിക. പുലി ഇറങ്ങുന്നു, കടുവ ഇറങ്ങുന്നു. എന്റെ കാര്യമുണ്ട്. ദൈവമെല്ലാം കരുതി വെച്ചിരിക്കുക. അന്ത്യകാലത്ത് വന്ന് പിന്നെ കാട്ടുമൃഗങ്ങൾ വരുമെന്ന പുസ്തകത്തിൽ വാങ്ങി. കാട്ടുപോകാൻ വന്നിട്ട് അന്നകരിഞ്ഞ് വന്ന് പറഞ്ഞ് പിടിച്ചോണ്ടാൻ കൊണ്ടുപോകും. സൂക്ഷിക്കാൻ കൊണ്ടുപോകും. അപ്പൊ 1000 കാട്ടുമൃഗങ്ങളാ. ഏതെല്ലാം ടൈപ്പാണ്. പണ്ട് ഭൂമിക്ക് പാടുവാന്ന് കാട്ടാന കരടി പുലി ചെന്നായി കാട്ടുപോത്ത് കരിമ്പുലി കൂട്ടം ഇഷ്ടം പോലെ. കാട്ടാന കരടി പുലി ചെന്നായി കാട്ടുപോത്ത് കരിമ്പുലി കൂട്ടം കണ്ടാലെന്നെ പിടിച്ചവർ നിന്നു അയ്യോ ചതി. അപ്പൊ ലക്ഷക്കണക്കിന് 100 ലക്ഷക്കണക്കിന് കാട്ടുമൃഗങ്ങൾ കിടക്കുക. 1000. എന്നാലും നീ ഒരു ആട്ടുകുട്ടിയായിട്ട് ദൈവത്തിനൊന്നും വേണ്ട. നിന്റെ ആടൊന്നും വേണ്ട. തൈല നദി അടിയെ കൊണ്ട് കുടിച്ചു നിൽക്കുമ്പോ തൈല നദിയാ. എടുത്തിട്ടും തീരുന്നില്ല. അയ്യോ, മനസ്സിലായോ? എന്നാലും നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ 50 ഗ്രാം. ദൈവത്തിന് വെളിച്ചെണ്ണയും വേണ്ട, നല്ലെണ്ണയും വേണ്ട, പാം ഓയിലും വേണ്ട. അങ്ങനെ പപ്പടം കാറ്റാൻ പോവാണോ ദൈവം? യേശു ഒരു കുട്ടി പാം ഓയിലുണ്ട്, ഉമ്മായിരിക്കില്ല പപ്പടം കാച്ചി. കർത്താവിനൊന്നും ആവശ്യമില്ല. യേശുവിന് ആവശ്യം നിന്നെയാണ്. നിന്റെ ഹൃദയത്തിൽ വസിക്കാനാ ദൈവം ഇഷ്ടപ്പെടുന്നത്. ഇന്ന് രാത്രി ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണം. യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ ഒന്നും തരാനില്ല, പക്ഷെ എന്നെ ഇന്ന് രാത്രി തരിക. എന്റെ ഉള്ളത്തിലേക്ക് വരണം, എന്റെ ഉള്ളത്തിലേക്ക് എഴുന്നള്ളി വരണം. അവിടുന്ന് എന്റെ രക്ഷകനും എന്റെ കർത്താവുമായി അങ്ങനെ എന്നെ ഏറ്റെടുക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക, മനമേ ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക, മനമേ ഇകത്തിലുണ്ടോ പറക. യേശു മാത്രമാണ് രക്ഷകൻ, മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ദൈവത്തിന്റെ മഹത്വം.
അതുകൊണ്ട് നമ്മുടെ ഹൃദയം കർത്താവിന് കൊടുക്കുക. സമയം എന്തുവായി? നമുക്ക് നിർത്താം, അതല്ലേ നല്ലത്. പിന്നെ എല്ലാവർക്കും പോകണം. രണ്ട് കാര്യം ഇവിടെ പറഞ്ഞ് നിർത്താം. ഉടവാകാനാണ് ഇതൊക്കെ മതി, നന്നാകാനാണ് ഇത് തന്നെ കൂടുതലാണ്. അപ്പൊ ശ്രദ്ധിക്കുക, യേശു മാത്രമാണ് രക്ഷകൻ. ഈ മന്ന ക്രിസ്തുവിന് നല്ലല്ല. ഒന്ന്, ഇത് മേളിൽ നിന്ന് വന്നു, ഉയരത്തിൽ നിന്ന് വന്ന യേശുവിന് നല്ലത്. രണ്ട്, ചെറുതാണ്, വലിയവനായ ദൈവം നമുക്ക് വേണ്ടി ചെറുതായി. മൂന്ന്, ഇത് വാതക്കലാ കിടക്കുന്നത്. രക്ഷ തേടി ദൂരോട്ട് പോകണ്ട, വണ്ടിക്കൂലി മുടക്കണ്ട, ഇരിക്കുന്ന കിടക്കാ രക്ഷ. ഇന്ന് രാത്രി രക്ഷകൻ നിന്റെ സമീപേ വന്നിട്ടുണ്ട്. രക്ഷകനെ തപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകണ്ട, നിന്റെ സമീപത്ത് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഇത്ര പറഞ്ഞാൽ മതി, യേശുവേ എന്നെ രക്ഷിക്കണം, എന്റെ ഉള്ളത്തിലേക്ക് വരണം. യേശു നിന്റെ ഉള്ളത്തിൽ വരും. വാതകല രക്ഷ. 4, അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. 4 കാര്യമാകുമ്പോൾ ഒരു കണക്കാവുമല്ലോ. 4 ദിക്ക്, 4 സുവിശേഷം, 4 പോയിന്റ്. കണക്കല്ലേ? ഈ മന്ന യേശു ക്രിസ്തുവിന്റെ നിഴലാന്ന് പറയാൻ 4ാമത്തെ കാരണം, മന്ന ഉരുണ്ടായിരിക്കുന്നത്. ഉരുണ്ടായിരിക്കുന്നത് അതിന്റെ ഒരു വിശേഷത ഞാൻ എൻ്റെ ശൈലി പറയാം. മന്നയ്ക്ക് മൊനയില്ല. മന്നയ്ക്ക് മൊനയില്ല. നമുക്കെല്ലാം മൊനയുണ്ട്. മൊനയുണ്ട്, താനും മൊന വെച്ചേ വർത്താനം പറയുന്നത്, ഇല്ലേ? മിണ്ടുന്നില്ല. ഉപദേശിമാരെ എടുക്കാം. സഭയിൽ ആരെങ്കിലും ദശാംശം തന്നില്ലെങ്കിൽ മൊന വെച്ച് വർത്താനം പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇല്ലേ? മിണ്ടുന്നില്ല. വെളിയിലുള്ള ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുത്തെന്ന് വെച്ചോ, ഉടനെ അടുത്ത പുള്ളി മൊന വെച്ച ഞമ്മക്ക് വെളിയിലൊന്നും ആരുമില്ല, മൊന വെച്ച് പറയാനാണ്. ഉദാഹരണം, അമ്മായിയമ്മയും മരുമകളുടെ അടുക്കളയിൽ പെരുമാറുക. ഉടനെ മോള് പറയുക, അമ്മ ആ ചെരുവ ഇങ്ങോട്ടെടുത്തു. ഏത് ചെരുവ? ആ ചെരുവ ഇങ്ങോട്ട്. പിന്നെ ചെരുവ നിങ്ങളുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. കാരണം അടുക്കള കാണാൻ വരാൻ എൻ്റെ കലിപ്പിലായി പറയാം. മനസ്സിലായോ? മോനെ വെച്ച് വർത്താനം പറയും. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ മോനെ വെച്ച് പ്രാർത്ഥിക്കുകയല്ലേ, ഇല്ലേ? അല്ല, പ്രാർത്ഥനക്കാരെ നമുക്കറിയാം. നല്ല കുത്തും കൂടും വെച്ച് നമ്മുടെ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. അപ്പൊ എന്നാൽ ഈ മന്നായുടെ വിശേഷത, മന്നയ്ക്ക് മൊനയില്ല. മൊനയില്ല. കാരണം ഈ മന്ന ഉരുണ്ടായിരിക്കുന്നത്. കൊത്തമ്പാലരി പോലെ വെള്ളം വായിച്ച് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം താളിഞ്ഞോട്ട് മറയ്ക്കുമ്പോൾ ഇടത്ത് വശത്ത് മേളിൽ പൈര് 16:30. ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെ വെള്ള നിറമുള്ളതും തേൻ കൂട്ടിച്ചേർത്ത ദോശ കൊടുത്ത രുചിയുള്ളതും. സംഖ്യ 11:8 വായിച്ചേ. സംഖ്യ 11:8. പെട്ടെന്ന് നിർത്താം. സംഖ്യ 11:8. ഒരാൾ 21:4 എടുത്തു വെച്ചു, ഒരാൾ 11:8 വായിച്ചു. ജനം നടന്നു പെറുക്കി തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പമുണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെയാണ്. അപ്പോൾ പുറപ്പാട് 16:31 വായിക്കുന്നത് സ്തോത്രം. ഇത് തേൻ ചേർത്ത ദോശ. ഇത് കൊത്തമ്പാലരി പോലെ വെള്ള നിറമുള്ളതും തേൻ കൂട്ടിച്ചേർത്ത ദോശയുടെ രുചി. സംഖ്യ 11:8 പറയുക, ജനം നടന്നു പെറുക്കി തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരുളിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങിയിട്ടോ അപ്പമുണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ. സംഖ്യ 21:4. പിന്നെ അവർ ഏതോ ദേശത്ത് ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴിനിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിന് മോശയ്ക്ക് വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ ഇസ്രായേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്നത്
എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല, സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് പ്രാരംഭത്തിൽ തേൻ ചേർത്ത ദോശ, 10-12 കൊല്ലം കഴിഞ്ഞപ്പോ എണ്ണ ചേർത്ത ദോശ, 40 സാരമില്ലാത്ത ആഹാരം. മന്നയ്ക്ക് യാതൊരു കുഴപ്പമില്ല. കുഴപ്പം എനിക്ക് നിനക്കുമാണ്. ഈ മന്ന ഉരുണ്ടിരിക്കുന്നതാ, ഉരുണ്ടായിരിക്കുന്ന മന്ന, ഒരു കുഴപ്പമില്ല. അതാ ഞാൻ പറഞ്ഞേ, മന്നയ്ക്ക് മൊനയില്ല. ഈ ഉരുണ്ടിരിക്കുന്നത് കൊണ്ട് എവിടെ എതിലേക്കൂടെ നോക്കി എങ്ങനെ വെച്ച് നോക്കിയാലും മൊനയില്ല. അങ്ങനല്ലേ? ഉദാഹരണമാണ് കൊടിക്കട്ടയ്ക്ക് മൊനയുണ്ടോ? പറ. അതിന് എങ്ങനെ ഉണ്ടാക്കുന്നത്? എങ്ങനെയാ മോളെ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്? അവള് കഴിച്ചതല്ലാതെ ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് കൊഴുക്കട്ട? കൊഴുക്കട്ട കഴിച്ചിട്ടുണ്ടോ? എങ്ങനെ ഉണ്ടാക്കുന്നത്? പക്ഷേ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അമ്മ വന്നിട്ടുണ്ടോ? അമ്മ ഇതാണോ? അല്ലേ? ഇനി വെറുതെ ആരോഗ്യം ഉണ്ടാക്കുന്നില്ല, വെറുതെ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടെ പറയാം. സായിപ്പ് പണ്ട് വന്നപ്പം കൊഴുക്കട്ട ഉണ്ടാക്കി കൊടുത്തു. അന്നത്തെ പഴയ കാലമല്ലേ. അപ്പൊ സായിപ്പിന് കൊഴുക്കട്ട കൊടുത്തപ്പോൾ അത് കുടച്ചപ്പോൾ ഇതിനകത്ത് അപ്പൊ സായിപ്പ് ചോദിച്ചു, ഇതെന്തിനാണ് ചോദിച്ചു. പറഞ്ഞ് തേങ്ങായും ചക്കരയും. തേങ്ങ കോക്കനട്ട് അതാണ് പറഞ്ഞത്. ആ തേങ്ങ അതാ. ശർക്കര അപ്പൊ അകത്ത് നിന്ന് വലിയ ഉണ്ട കൊണ്ട് കാണിച്ചു. അത് കരിമ്പ് പാനി എടുത്ത് കാണിച്ചു. അപ്പൊ പ്രായം ചോദിച്ചു, ഈ ശർക്കര ഈ തേങ്ങയും ഇതിനകത്ത് എങ്ങനെ കയറ്റി? കാരണം സായിപ്പ് നോക്കിയിട്ട് ഇതിനകത്ത് കയറ്റാനായിട്ട് ഒരു വിടവും ഇങ്ങനെ മൊത്തത്തിൽ നോക്കിയിട്ട് അകത്തോട്ടൊന്ന് കേൾക്കണ്ടേ, നോക്കിയിട്ട് ഒരു വിടവ് കാണുന്നില്ല. അപ്പം സായിപ്പ് ചോദിച്ചെന്നാ പറഞ്ഞത്, ഇത് ടെക്നീഷ്യനായിട്ട് ഇനി വിളിച്ചോണ്ട് വരാൻ. കാരണം നമ്മുടെ പ്രായമുള്ള അമ്മയെ കൊണ്ട് കൊടുത്തു. അപ്പൊ സായിപ്പ് ചോദിച്ചു, ഞങ്ങള് ഭയങ്കര ബിൽഡിംഗ് ഒക്കെ പണിതിട്ടുള്ളവരാണ്. വിശേഷിച്ച് ന്യൂയോർക്കിലെ പാലമൊക്കെ ഭയങ്കര പാലമാണ്. അടിയിൽ കൂടെ കപ്പൽ പോകുന്നു, പിന്നെ 3 ലൈനായിട്ട് കാറും വണ്ടിയും പോകുന്നു. ഇടയ്ക്ക് പാലം മാറുന്നു. മട്ടാഞ്ചേരിയിലെ പാലം അറിയാവുന്നത് ബോളിന്റെ പുറത്താണെന്നാണ് പറയുന്നത്. കപ്പൽ വരുമ്പം പോകുന്നു. ഭയങ്കര ടെക്നോളജിയാണ്. പക്ഷെ ഈ കൊഴുക്കട്ടയ്ക്കകത്ത് ശർക്കരയും തേങ്ങായും കയറ്റിയ ടെക്നോളജി അന്തം വിട്ടു പോയെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് ഉരുണ്ടല്ലേ ഇരിക്കുന്നത്, യാതൊരു മൊനയില്ല എന്ന് പറഞ്ഞാൽ. മന്നയ്ക്ക് മൊനയില്ലെന്ന് പറഞ്ഞാൽ കാര്യം, മന്ന യേശുവിന് നല്ലത, യാതൊരു കുഴപ്പവുമില്ല. ഊനമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേച്ചാത്ത, പാപമറിയാത്ത പരമവിശുദ്ധനായ യേശു ക്രിസ്തു. 6 കോടതി മാറി വിസ്തരിച്ചിട്ടും യാതൊരു കുറ്റവും യേശുവിൽ കണ്ടില്ല. ഒടുവിൽ പീലാത്തോസ് തിരിച്ചും മറിച്ചും വിസ്തരിച്ചിട്ട് പറഞ്ഞു, ഈ നീതിമാന് ഞാനൊരു കുറ്റവും കാണുന്നില്ല. വെള്ളമെടുത്ത് കൈ കഴുകി. അന്നാസും കയ്യപ്പാവും മഹാപുരോഹിതന്മാരാ മാറി വിസ്തരിച്ചു, ഒരു കുറ്റവും കണ്ടില്ല. അന്നാസും കയ്യപ്പാവും ഹേരോദ് വന്നു നിന്നെ, അന്നാസും കയ്യപ്പാവും ഹേരോദ് വന്നു നിന്നെ നിന്ദിച്ചു പീഡ ചെയ്തതെല്ലാം ഇച്ചുവല്ലോ, നിന്ദിച്ചു പീഡ ചെയ്തതെല്ലാം സഹിച്ചുവല്ലോ, മറുതതില്ലതെല്ലും റോമാ ഗവർണർ മുൻപിലും നീ, മറുതതില്ലതെല്ലും റോമാ ഗവർണർ മുൻപിലും. അവൾ യാതൊരു കുറ്റവും യേശുവിൽ കണ്ടില്ല. ക്രൂശിക്കണമെന്ന് ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തം പറഞ്ഞു, അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ എന്റെ ശൈലി പറയാം. അവൻ പറഞ്ഞു, നീ ദൈവമാണെങ്കിൽ ഞങ്ങളെ കൂടെ രക്ഷിക്കണം. അവൻ മറ്റവൻ പറഞ്ഞു, എഴുതിയിട്ടില്ലെങ്കിൽ ഞാൻ പറയാം, കുഞ്ഞവനെ ആന കയറിയിട്ട് നീ ഒതുങ്ങി തരടാന്ന് ചോദിച്ചു. അങ്ങനെ എഴുതിയിട്ടില്ല. ആന കയറിയിട്ട് നിനക്ക് ഒതുക്കം? അത് എനിക്ക് നമ്മളോട് ചോദിക്കാൻ, എന്തെല്ലാം പ്രശ്നം വന്നിട്ട് ഒതുങ്ങുന്നില്ലല്ലോ. ഒതുങ്ങിയോ? നമ്മൾ ഒതുങ്ങിയോ? ആന കയറിയില്ലല്ലേ ഉള്ളു, ബാക്കിയെല്ലാം കയറാവുന്നതല്ലേ
ഒതുക്കമില്ല, ഒതുക്കമില്ലല്ലോ. ഉദാഹരണം, വെള്ളപ്പൊക്കം വന്നിട്ട് ഒതുങ്ങിയോ? അന്നേരം കുറച്ച് ദിവസം ഇച്ചിരി ഒതുങ്ങിയെന്നുണ്ട്. അത് വെള്ളം പൊങ്ങി കിടക്കുന്നുണ്ട്, എങ്ങോട്ട് പോകാനൊക്കുന്നില്ല. എന്നിട്ടും ക്യാമ്പിൽ കിടന്ന് അടിയാം, അല്ലേ? ക്യാമ്പിൽ അടിയാം. കാശുള്ളവർക്ക് ഒരു ക്യാമ്പ്, കാശില്ലാത്തവർക്ക് വേറൊരു ക്യാമ്പ്, കറുത്തവർക്കെല്ലാം കൂടെ ഒരു ക്യാമ്പ്, വെളുത്തവർക്കെല്ലാം കൂടെ ഒരു ക്യാമ്പ്. അവര് ഭക്ഷണം സഹോദരിയെ വിളിക്കുന്നതിൽ പ്രശ്നം ഉണ്ടാക്കി പിന്നെ കൊടുത്തിട്ട് പെട്ടറിയില്ല. അരിക്കത്തറിയാൻ കണ്ടാ പോയിട്ടില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, വെള്ളപ്പൊക്കം വന്നിട്ട് ഒതുങ്ങിയോ? ആണി കയറിയിട്ട് ഒതുങ്ങിയോ? ഇല്ലല്ലോ. ക്യാമ്പിനകത്ത് കിടന്ന് അടിയല്ലേ. അവർ ആ ക്യാമ്പിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞങ്ങള് അതല്ല, അത് വേറെ ആൾക്കാർ ഉണ്ടാക്കിയതാ. ഒതുക്കം ഉണ്ടോ? നിങ്ങൾ പറ. സ്തോത്രം. അല്ല, സഭയെടുത്ത് സഭയിൽ വന്നതല്ലേ, അത് അവരുടെ സഭയാ. മറ്റേതോ ഇത് ഞങ്ങളുടെ, ഇത് സിറിയൻ പെന്തിക്കോസ്, മറ്റേത് ക്രിയൻ പെന്തിക്കോസ്, മറ്റേതോ എന്നെ മിണ്ടാതെ. സ്തോത്രം. കാശുള്ളവരെല്ലാം കൂടെ കൂടി ഒരു സഭ കാഞ്ഞിരപ്പള്ളിയിലെ കാശില്ലാത്തവരെല്ലാം കൂടെ ഒരു സഭ ഒടുക്കത്തിയില്ലേ. ഒതുക്കം വരുന്നില്ലല്ലോ. ദൈവത്തിന് മഹത്വം. അവർക്കെല്ലാം കൂടെ ഒരു സെന്റർ, മറ്റവരെ ഈ സെന്റർ കയറ്റുകയല്ല. ഞാൻ വിശദീകരിക്കണോ? പറ. വേണ്ട. ഇത്രയൊക്കെ വന്നിട്ട് പഠിക്കുന്നില്ലല്ലോ. വെള്ളപ്പൊക്കം വന്ന് എന്തെല്ലാം കെടുതി ഉണ്ടായി. പഠിക്കുന്നോ? ഇല്ല. അതിന് വെള്ളം പൊങ്ങുന്നതിന് മുന്നേ അതിര ചുണയുണ്ടോ? പിന്നീട് എന്റെ പുതിയകാലം വിട്ടു. വെള്ളം പൊങ്ങി നിരന്ന് ഒഴിക്കുമ്പോ അതിനും കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല, മതിലും പോയി, അല്ലേ? എന്നിട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല, പഠിക്കുന്നില്ല. അതാവിന്റെ ചേട്ടാ ആടി കയറിയിട്ട് ഒതുങ്ങുന്നില്ലയോടാ. വെള്ളപ്പൊക്കം കഴിഞ്ഞുടനെ കോവിഡ്, എന്നിട്ടും അമരുന്നില്ലല്ലോ. ആ കോവിഡ് വന്ന സമയത്ത് കുറെ പണം വന്നെന്നല്ലാതെ സ്വന്തം ഭാര്യ പടഞ്ഞു വലിച്ച് വീടുക, വെള്ളം കൊടുക്കാൻ പോലും ഒക്കുന്നില്ല. ജോലിക്കുട്ടി ദൂരെ നിന്ന് കാണുക, ഒരു ഉമ്മ പോലും കൊടുത്തു വിടാനൊക്കില്ല. അന്ത്യയുമ്മനെ ഭർത്താവ് മരിച്ചിട്ട് കാണാനൊക്കുന്നില്ലല്ലോ. ആ രൂക്ഷ സമയത്തൊക്കെ ചെന്ന് കണ്ടത് എല്ലാം കൂടുമെല്ലാം കൂടെ കെട്ടി ഇങ്ങനെ രണ്ട് കണ്ണു മാത്രം കാണാം. കണ്ടതല്ലേ, നിങ്ങൾ അനുഭവിച്ചതല്ലേ. പണ്ട് അമേരിക്കയിൽ നിന്ന് പേർഷ്യയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് തേരള. കോവിഡ് സമയത്ത് അമേരിക്കൻ വന്നു, ഞങ്ങളും അങ്ങോട്ട് നിന്ന് പറഞ്ഞു അമേരിക്കൻ, ഇവരെന്തിനാ അമേരിക്കൻ ഇപ്പൊ ഇങ്ങോട്ട് താളിക്കോട്ട്. പണ്ട് അമേരിക്കയിൽ നിന്ന് പറയുമ്പോൾ കോവിഡിന് മുമ്പ് എന്റെ കസിൻ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ ഈ ആഴ്ച ബസ്സി എന്ന് പറയത്തില്ല, ബസ്സി എന്റെ കസിൻ, എനിക്ക് എയർപോർട്ടിൽ പോകണം, പുള്ളിയെ കൊണ്ടുവരണം, പിന്നെ തിരക്കാണ്. കോവിഡിന്റെ സമയത്ത് കസിൻ പറഞ്ഞോടാ ഞാൻ അങ്ങോട്ട് വരിക, നീ ഇങ്ങോട്ടൊന്നും വരണ്ട. ലണ്ടനിൽ നിന്ന് അങ്ങാണ്ട് എടുത്ത റാന്നിയിൽ ആദ്യം വന്നു. എന്റെ ദൈവമേ, അവൻ പോയ വഴി മുഴുവൻ തപ്പി നടക്കുക. അവനെ കസേര കയറി കുട്ടിക്കാന പോയതാണ്ട് കേരളം പറയണം. കണ്ടതല്ലേ ഇതൊക്കെ. ഒതുങ്ങിയോ? എത്ര വന്നിട്ട് പഠിക്കുന്നില്ലല്ലോ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. സ്തോത്രം. നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. നീ ദൈവത്തെ ഭയപ്പെടണം. പണം കൊണ്ട് വല്ലതും നടക്കുമോ? നടക്കത്തില്ല. പെട്ടി പോലും മേടിക്കാനൊത്തില്ല. കാശിട്ടം പോലെ കിടക്കുക. ആര് പോയി പെട്ടി മേടിക്കാനാണ്? പിന്നെ കത്തിക്കാൻ പറഞ്ഞു, ഭാര്യയിട്ട് കത്തിച്ചു. ബാങ്കിൽ പൈസ കിടപ്പുണ്ട്, എടുക്കാനൊക്കത്തില്ല. അയ്യോ, കൈ മേടിക്കുന്നതിന് രൂപാട് വലുതായിരുന്നു, അല്ലേ? സ്തോത്രം. മൂടിക്കെട്ടി അന്നേരം കുറെ ഇച്ചിരി വന്ന് മഴ വന്നെന്നല്ലാതെ
ഇരട്ടി ശക്തിയോടാ വന്നേക്കുന്നത്. അതിന് കാരണമുണ്ട്. അല്പകാലമേ ഉള്ളവർക്ക് പിശാചി ശക്തമായിട്ട് പൊരുതുക. പക്ഷെ ഇതിന്റെ നടുവിൽ ദൈവമക്കളാകുന്ന നാം മാതൃകയോടെ നിൽക്കണം. ആ ക്രൂശിൽ കിടന്ന ദുഷ്പ്രവർത്തിക്കാരെടുത്ത് പറഞ്ഞു, എടാ നമ്മൾ രണ്ടും പാപം ചെയ്തത് കൊണ്ടാണ് ആ ആണിയെ തൂങ്ങിക്കിടക്കുന്നത്. ഈ നീതിമാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. യേശു നീതിമാനാ. അവിടുത്തെ തിരുമരണ സമയത്ത് ദൈവാനികത്തിന്റെ തിരശ്ശീല മുകളിൽ നിന്ന് താഴോട്ട് ചിന്തി. അവൻ പാറ പിളർന്നു, ഭൂമി ഇളകി, ഭൂകമ്പമുണ്ടായി, കല്ലറകൾ തുറന്നു, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. അവൻ സ്തോത്രം. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ വഴി നടന്നു പോയവര് ശതാധിപനും പറയുന്നൊരു പദമുണ്ട്. വാസ്തവമായിട്ട് ഇവൻ നീതിമാനായിരുന്നു. പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് രാത്രി ദർശനം വന്നിട്ട് ഉണ്ടായിട്ട് പറഞ്ഞു, ആ നീതിമാന് ദോഷമായിട്ടൊന്നും ഒപ്പിച്ചേക്കരുത് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ പാപമില്ല, യേശു ക്രിസ്തുവിൽ അകൃത്യമില്ല, യേശു ക്രിസ്തുവിൽ കളങ്കമില്ല. കളങ്കമില്ലാത്ത, പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, പാപമേച്ചാത്ത, പാപം തീണ്ടാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ നിർമ്മലതയെ കാണിക്കുന്നത് ആ മന്ന. മന്നയ്ക്ക് യാതൊരു മണയില്ല. ഇന്ന് രാത്രി സ്നേഹിത സുഹൃത്തെ, എന്നെയും നിന്നെയും രക്ഷിക്കുവാൻ, എന്നെയും നിന്നെയും വീണ്ടെടുക്കുവാൻ, എനിക്കും നിനക്കും അവൻ നന്മ തരുവാൻ, എനിക്കും നിനക്കും സമാധാനം തരുവാൻ, സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, ഒരു സഭയുടെയും ദൈവമല്ല. കത്തോലിക്കന്റെ സ്വന്തമല്ല ക്രിസ്തു. യാക്കോബ, മാർത്തോമ, ഓർത്തഡോക്സ്, ലത്തീന്, ലണ്ടന്, CMS, CSI, ആംഗ്ലിക്കൻ, ബ്രദർ, ബെന്തിക്കോസ്, ഒത്തിരി ഉണ്ടല്ലോ. ഇവരുടെ ആരുടെ കുടുംബ സ്വത്തല്ല ക്രിസ്തു. ക്രിസ്തു അവൻ സ്തോത്രം ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല, ഹിന്ദുക്കളുടെ മാത്രമല്ല, മുസ്ലിമിന്റെ മാത്രമല്ല, ബുദ്ധനും ജൈനനും പാഴ്സി. അവൻ അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാ. നീ ഏത് മതത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിനക്ക് യേശുവിനെ ആരാധിക്കാം, യേശുവിനെ സേവിക്കാം. യേശു ഒരു സഭയുടെ, ഒരു മതത്തിന്റെ ആളല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാ. ആ ദൈവമായ കർത്താവിനെ ആര് രക്ഷകനായി സ്വീകരിക്കും അവർക്ക് രക്ഷ കൊണ്ട്, സമാധാനമുണ്ട്, വിടുതലുണ്ട്. ഇന്ന് രാത്രി അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കുക. ഓ ഈ മന്ന യേശു ക്രിസ്തുവിന് കണ്ടല്ല. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുന്നത്. ഞാനൊരു പ്രസംഗത്തിന്റെ മുഖമേ തന്നതുകൊണ്ടെങ്കിലും സമയം അതിക്രമിച്ചിരിക്കുന്നല്ലോ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പഴയ പാട്ടിന്റെ 2 ചരണം പാടി ഞാൻ അങ്ങ് പോവുക. നിങ്ങൾ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞു. എനിക്ക് അല്പം തിരക്കുണ്ട്. ഞാനൊരു 8 മണിക്ക് പോകാനായി ഇരുന്നത്. കാരണം 5:30 യോഗം തുടങ്ങും, 8:00 ആകുമ്പോൾ നിർത്താണ്. എങ്കിലും ഇത്രയും സമയം ഇരുന്നല്ലോ. ഒരു പാട്ടിന്റെ ഈരടി പാടി ദൈവത്തെ മഹത്വപ്പെടും. പഴയ ഒരു പാട്ട്, പഴയ പാട്ടാ. മന്ന ജയ ജയ മന്ന ജയ ജയ മാ